إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞായറാഴ്ച ദിവസം എല്ലാ സ്ഥാപനങ്ങളും ജോലികളും അവധിയായതിനാൽ ആളുകളൊക്കെ അവധി ആഘോഷിക്കുകയാണ്. നല്ല ഭക്ഷണമുണ്ടാക്കി നന്നായി ഉറങ്ങി വിശാലമായി കുളിച്ച് വസ്ത്രങ്ങളൊക്കെ ഇസ്തിരിയിട്ട് അങ്ങനെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന തിരക്കിലാണ്. എന്നാൽ നമ്മളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ദീന് പഠിക്കുക എന്ന നിലക്ക് സമയത്തിന് തന്നെ ഇവിടെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് വരെ നമുക്ക് ഈ ദർസ് തുടരേണ്ടതുണ്ട്. തിരുത്തപ്പെടേണ്ട അബദ്ധങ്ങൾ എന്നാണ് ഇന്നത്തെ വിഷയത്തിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. മക്കയിലെ ദാറുൽ ഹദീസുൽ ഖൈരിയയിലെ മുദരിസായ ഷെയ്ഖ് മുഹമ്മദ് ജമീൽ സൈനു എഴുതിയിട്ടുള്ള അഖ്ബാറുൽ ശാരിഅ, പ്രചാരത്തിലിരിക്കുന്ന അബദ്ധങ്ങൾ, യജിബു തസ്ഹീഹുഹാ ഫീ ളൗഇൽ കിതാബി വസ്സുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിർബന്ധമായും തിരുത്തേണ്ട അബദ്ധങ്ങൾ. ഈ പുസ്തകമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവലംബിക്കുന്നത്. ഗ്രന്ഥകർത്താവ് ബിസ്മിയും ഹംദും സ്വലാത്തും പറഞ്ഞ ശേഷം ഈ പുസ്തകത്തിന്റെ മുഖവുരയിൽ പറയുന്നു, അമ്മാ ബഅദു ഫഖദ് ഇൻതശറത് ബൈനന്നാസി അഖ്താഉ ഖതീറ. ഇന്ന് ജനങ്ങൾക്കിടയിൽ ഗുരുതരമായ പല അബദ്ധങ്ങളും പ്രചരിച്ചിട്ടുണ്ട്. അശദ്ദു ഖതറൻ മിൻ അംറാദിൽ ഔബിയത്തി വൽ അജ്സാം, പകർച്ചവ്യാധികളെക്കാൾ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അലാ വഹിയൽ അഖ്താഉ ശായിഅ അല്ലത്തി ഫസദ ബൈനന്നാസ് ബിസബബിൽ ജഹീൽ, അജ്ഞത, അറിവില്ലായ്മ കാരണമായി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഈ അബദ്ധങ്ങൾ. വഹസിബഹാ കസീറുൻ മിനൽ ഉമ്മത്തി ഹയ്യിനതൻ, സമുദായത്തിൽ ധാരാളം ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അവർക്ക് നിസാരമാണ്, കുഴപ്പമില്ല, സാധാരണമല്ലേ എന്ന നിലക്കാണ്. വഹിയ ഇൻദല്ലാഹി അദീമ, പക്ഷേ ആ അബദ്ധങ്ങൾ പലതും അല്ലാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ്. ലിഅന്നഹാ തഹ്തവി അല ശിർക്കിൽ അക്ബരി വൽ അസ്ഗർ, പല അബദ്ധങ്ങളും ഗുരുതരമായ ശിർക്ക്, വലിയ ശിർക്ക് അല്ലെങ്കിൽ ചെറിയ ശിർക്ക്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് അല്ലെങ്കിൽ ഗുരുതരമായ ചെറിയ ശിർക്ക്, വൽ കുഫ്ർ അല്ലെങ്കിൽ കുഫ്ർ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അത് നിസ്സാരമാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമായ അബദ്ധങ്ങളാണ്. وغيرها من الأمور المهمة التي سببت للمسلمين الذل في الدنيا, ഇതല്ലാത്ത മുസ്ലിമീങ്ങൾ ഈ ദുനിയാവിൽ നിന്ദ്യരായി മാറുവാനുള്ള കാരണങ്ങളിൽപ്പെട്ട പല അവസ്ഥകളും ഇതിലുണ്ട്. وقد تصب لبعضهم الخسران في الآخرة,
എന്നല്ല ഈ അബദ്ധങ്ങൾ കാരണം ഒരുപക്ഷെ പരലോകത്ത് അവർക്ക് നഷ്ടത്തിനും അത് കാരണമായേക്കാം. എന്നിട്ട് സൂറത്ത് അൻ-നൂറിലെ 15-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അല്ലാഹു തആല ഇത് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽം വതഹ്സബൂനഹു ഹയ്യിനാ വഹുവ ഇൻദല്ലാഹി അദീം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദക്കഥ, അതാണ് സൂറത്തുൽ നൂറിലെ പ്രധാനപ്പെട്ട പ്രമേയം. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അത് ഏറ്റെടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലാത്തത് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുന്നു. ഇങ്ങനൊരു ആരോപണം ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേട്ടപ്പോൾ മുനാഫിക്കുകളാണ് പ്രചാരണത്തിൽ തുടക്കം കുറിച്ചതെങ്കിലും മുസ്ലിമീങ്ങളും അറിയാതെ വേച്ചു പറഞ്ഞു അല്ലേ? നിങ്ങൾ അത് നിസാരമായി കാണുന്നു. പക്ഷെ വഹുവ ഇൻദല്ലാഹി അലീം, അത് അല്ലാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ്. അവർ പോയിട്ട് അവസാനം പറഞ്ഞ വാക്കുണ്ടല്ലോ, തഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹ്. ആ ഒരു പോയിന്റിന് വേണ്ടിയാണ് അദ്ദേഹം അവർ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ ഒരുപക്ഷെ നിസാരമായി കാണും, നമ്മുടെ ദൃഷ്ടിയിൽ അത് അത്രയൊന്നും സാരമില്ല എന്ന് കരുതും. പക്ഷെ അല്ലാഹുവിൽ അത് ഗുരുതരമായിരിക്കും. അതുകൊണ്ട് പല അവസ്ഥകളും വളരെ ഗുരുതരമാണ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു പറഞ്ഞൊരു വാക്ക്, ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമ മിൻ സഹതില്ലാ ലാ യുൽഖി ബിഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. ഒരടിമ ഒരു വാക്ക് പറയും, അല്ലാഹുവിന്റെ കോപമുണ്ടാക്കുന്ന വാക്ക്. അയാൾ അതിന് ആ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. സാധാരണ പറയുന്ന ഒരു വർത്താനം എന്ന നിലയ്ക്ക് വിട്ടതാണ്. പക്ഷേ അത് മുഖേന അയാൾ നരകത്തിൽ വീഴും. അപ്പൊ നമ്മൾ ഗൗരവം കൊടുക്കാത്ത പല വാക്കുകളും നമ്മൾ നരകത്തിൽ പോകാൻ കാരണമായേക്കും. നമുക്ക് ഗൗരവമില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഗൗരവം അള്ളാഹുവിൽ കുറയുന്നില്ല. മാത്രമല്ല, ഈ പുസ്തകം ലഭിക്കാത്ത മറ്റൊരു കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുങ്കറായ കാര്യം നിങ്ങൾ കാര്യത്തിൽ കണ്ടാൽ കൈകൊണ്ട് മാറ്റിക്കൊള്ളട്ടെ. അതിന് കഴിയില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട്, അതിന് കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട്, അത് ഈമാന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജാകുന്നു. അപ്പോ ഒരായത്തും രണ്ട് ഹദീസും ഈ പുസ്തകം രചിക്കാനുള്ള പ്രേരണയായിട്ട് ശേഷാമകൾ എടുത്തു പറഞ്ഞത്. ആയത്തിലുള്ള പോയിന്റ് എന്താ? നിങ്ങൾ നിസാരമായി കാണും, പക്ഷെ അള്ളാന്റെ അടുക്കൽ ഗുരുതരായില്ല. മറ്റൊന്ന്, നിങ്ങൾ ഒരു വിലയും കൊടുക്കാത്തൊരു വാക്കായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ നാളെ നരകത്തിൽ വീഴ്ത്തുക. പിന്നെ നാട്ടിൽ ഇങ്ങനെ തെറ്റുകൾ പ്രത്യേകിച്ച് കാണുമ്പോൾ അതറിയുന്നവർ എന്ത് വേണം? കൈകൊണ്ട് കൈകൊണ്ട് തടയണം, അല്ലാതെ നാവ് കൊണ്ട് നിൽക്കണം. അപ്പൊ നാവ് കൊണ്ട് നിൽക്കല് പ്രത്യേകിക്കൽ മാത്രമല്ല, പേന കൊണ്ടും അല്ലേ ഈ തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്നാണ് ഖബറുകൾ പറയുക. അതിനാൽ ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ പറയപ്പെട്ട ചില അബദ്ധങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിച്ച് കാണിക്കാൻ, എടുത്തു കാണിക്കാൻ, അത് എങ്ങനെ നന്നാക്കി തീർക്കുമെന്ന മാർഗവും ഞാൻ എടുത്തു കാണിക്കും. എന്തിനു വേണ്ടി? അവർ ഇത്തരം അബദ്ധങ്ങളിൽ വീണുപോയിട്ടുള്ളവരാണെങ്കിൽ അവർ അതിൽ നിന്ന് മടങ്ങാൻ വേണ്ടി, അവരാ തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിന് വേണ്ടി, അങ്ങനെ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? അബദ്ധങ്ങൾ തിരുത്തിയാൽ ഈ ദുനിയാവിൽ അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വദുഖൂലിൽ ജന്നത്തിൽ ആഖിറത്തിലെ സ്വർഗപ്രവേശവും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തെറ്റുകൾ ഇവിടെ ഈ പുസ്തകത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. വല്ലാഹ അസ്അലു അൻ യൻഫഅ ബിഹൽ മുസ്ലിമീൻ വയജഅലഹാ ഖാലിസതൻ ലിവജ്ഹിൽ കരീം. മുസ്ലിമീങ്ങൾക്ക് ഈ കൊച്ചുകൃതി കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഖാലിസായ ഒരു അമലാക്കി അള്ളാഹുവിനെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് ജമീൽ സൈനു, മക്ക ദാറുൽ ഹദീസുൽ ഖൈമ,
നിലയിലുള്ള മുദരിസാണ്. ഞാൻ നേരത്തെ വീട്ടിൽ പോയി വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തെ ഇതിന്റെ കുറെ പുസ്തകങ്ങളുണ്ട്. തൗജീഹാത്തുൽ ഇസ്ലാമി എന്ന സീരീസ് പുസ്തകങ്ങളുണ്ട്. അഖീദത്തുൽ ഇസ്ലാമി എന്ന ചെറിയ പുസ്തകമുണ്ട്. അൽ ഫിർഖത്തുൻ നാജിയ പല പുസ്തകം, കൊച്ചു പുസ്തകങ്ങളിലൂടെ ആളുകളെ ദീനി പഠനത്തിൽ പ്രേരണ നൽകുന്ന ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് ജമീൽ ജലീൽ. ഒന്നാമത്തെ അധ്യായം അഖ്താ മിനശ്ശിർക്കിൽ അക്ബർ, വലിയ ശിർക്കിൽ അകപ്പെട്ടു പോകുന്ന അബദ്ധങ്ങൾ. ഒന്ന് അത് ആദ്യം തെറ്റ് പറയും, എന്നിട്ട് അതെന്തുകൊണ്ട് തെറ്റായി എന്ന തെളിവ് പറയും, എന്നിട്ട് അതിന് ശരി പറയും. അങ്ങനെയാണ് ഷെയ്ഖ് അവരുടെ അത് ഖത്തർ അബദ്ധം തെറ്റാദ്യം പറയുകയാണ്. ആളുകൾക്കതിൽ പ്രചാരത്തിലുള്ള തെറ്റുകൾ യാ റസൂലല്ലാഹ്, യാ ജാഅൻ നബി, യാ ബദവി അദിനി ഇസ്ഫിനി അൽ മദദ യാ ഹുസൈൻ യാ ജീലാനി വഗൈരിഹാ മിനൽ അദഇയ്യത്തി ശിർകിയ്യ. ഇന്ന് മുസ്ലിമീകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ശിർക്കൻ പ്രാർത്ഥനകൾ. ബദവി എന്നൊരു ഷെയ്ഖാണ്, ബദവി ഷെയ്ഖ് മിസ്റിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ജീലാനി, പിന്നെ ഷിയാക്കൾ വിളിക്കുന്ന അൽ മദദ യാ ഹുസൈൻ അൽ മദദ യാ ഹസൻ അല്ലേ, എന്റെ രോഗം സുഖപ്പെടുത്തി തന്നെ. പിന്നെ യാ റസൂലല്ലാഹ്, യാ ജാഅൻ നബി, ഇങ്ങനെയുള്ള വാക്കുകൾ, വിളികൾ. ഫഹാദാ ദുആഉൻ ലിഗൈരില്ലാഹി തആല. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. എന്നാലും ഷെയ്ഖ് ഒന്നാമതായി എടുത്ത് പറയുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. വഹുവ മിൻ ശിർക്കിൽ അക്ബർ അല്ലദീ നഹ അല്ലാഹു അൻഹു ബിഖൗലിഹി. അല്ലാഹു അവന്റെ വാക്കുകളിലൂടെ വിരോധിച്ചിട്ടുള്ള വലിയ ശിർക്കിൽപ്പെട്ടതാണ്. വലിയ ശിർക്ക് അവന്റെ മില്ലത്തിൽ തന്നെ പുറത്തു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് തന്നെ മുർത്തത്തായി പോകുന്ന തെറ്റുകളിൽപ്പെട്ടതാണിത്. ഏതാണ് അല്ലാഹുവിന്റെ വാക്ക്? സൂറത്ത് യൂനുസ് 106 ആയത്തിന്റെ തലയിൽ എഴുതി വെക്കണം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെയുള്ളവരോട് നീ പ്രാർത്ഥിക്കരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരം ചെയ്യാത്ത, നിന്നെ ഉപദ്രവം ചെയ്യാത്ത, അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ നിനക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ അല്ലാഹു മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹുവിന് പറഞ്ഞ ഉപകാരം ഉപദ്രവം ചെയ്യാത്തവരോട് നീ പ്രാർത്ഥിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ നീ അക്രമികളിൽ പെട്ടുപോകും. ഇവിടെ അക്രമം തന്നെ ശിർക്ക. അൽ വാലിമീൻ അൽ മുശ്രിക്കീൻ എന്നാണ് വാലിമീൻ എന്നതിന് ശേഷം അവരുകളെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വദാലിക അന്ന ഹൗലാഇ മദ്ഉബീന ലാ യംലികൂന നഫഅ വലാ ദർറ വലാ യൻഫഉഹും വലാ ലിഗൈരിഹിം. ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാർ, റസൂലാകട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആകട്ടെ, ജീലാനി ആകട്ടെ, ഇവരാരും തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ഉറമപ്പെടുത്തുന്നില്ല. അവർ സ്വന്തം ശരീരങ്ങൾക്കോ അവരല്ലാത്തവർക്കോ പ്രയാസത്തിന്റെ ഘട്ടത്തിലാകട്ടെ സുഖത്തിന്റെ ഘട്ടത്തിലാകട്ടെ യഥാർത്ഥത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ അവർ ഉടമയാക്കുന്നില്ല. അവർ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അവർക്ക് മരിച്ചുപോയ മഹാന്മാരാണ്, ബർസഖിലാണ്. അവരിത് ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കാൻ കഴിയോ? ഇല്ല. എന്നിട്ട് സൂറത്ത് അൽ അഹ്ഖാഫിലെ 5-6 നമ്മൾ കാണാതെ പഠിക്കേണ്ട ആയത്താണ്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ الناس കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹുവിന്റെ പുറമെ ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപഴച്ചവൻ മറ്റാരുണ്ട്. അവർ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാകുന്നു. ആളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവർ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ശത്രുക്കളായി മാറും. ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും, തള്ളിപ്പറയും എന്ന് ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ അശ്രദ്ധരാണ്, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, അവർ ബർസഖി ലോകത്താണ്. അതുപോലെ സൂറത്ത് അൻ-നംലിലെ 62-ാമത്തെ ആയത്ത് വഖാല തആല അമ്മൻ യുജീബുൽ മുദ്ററ ഇദാ ദഅാഹു വയക്ഷിഫു السൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. വിഷമസന്ധിയിലകപ്പെട്ടവൻ, കുടുങ്ങിയവൻ, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കാൻ ആരുണ്ട്? കണ്ടോ? നിങ്ങൾക്ക് വിഷമത്തിലകപ്പെട്ടാൽ നിങ്ങളെ വിളിക്ക് ഉത്തരം നൽകുവാനോ
നിങ്ങളെ ദുരിതം നീക്കി തരുവാണെങ്കിൽ ഏറ്റെടുക്കും കൊലപാതകം ഭൂമിയിൽ നിങ്ങളെ ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായി കൊണ്ടുവരാനും ഒക്കെ കഴിവുള്ളവനാരാണ്. ഇലാഹു അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുകളുണ്ടോ? കലീലന്മാർ നിങ്ങൾ കുറച്ചു മാത്രമേ ഓർക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ സൂറത്ത് ശുഅറായിലെ 80-ാമത്തെ ആയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ വൈദാ മരിമുത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവൻ എനിക്ക് ശിഫ നൽകും. അപ്പൊ അന്നല്ലാത്തവരുടെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കു ചേർക്കലാണ്, ചെറുക്കാണ് എന്ന് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മളിൽ നിന്നോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇത് ഗൗരവമുള്ള വാക്കുകളാണ്, ഇത് ചെറുക്കാണ്, നിങ്ങൾ നരകത്തിൽ പോകുന്ന കാര്യമാണ്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന മുക്തതായി പോകുന്ന കാര്യമാണ് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി അസ്വവാ ശരിക്കെന്താ പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു ഇശ്ഫിനി, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, നിന്റെ റഹ്മത്തിൽ ഞാൻ ഇതാ സഹായം തേടുന്നു, എനിക്ക് നീ ശിഫ നൽകണേ. ഇതല്ലാത്ത ഇതുപോലെയുള്ള അല്ലാഹുവിനോട് മാത്രമുള്ള ദുആകൾ ആണ് വേണ്ടത്. രോഗം ശിഫ നൽകുന്നവരും സഹായിക്കുന്നവരും അല്ലാഹു മാത്രമാണ്. അപ്പൊ അതിന് ആരോടെ പറയാൻ പറ്റുള്ളൂ? അല്ലാഹുവോടെ പറയാൻ പറ്റുള്ളൂ. യാ റസൂലല്ലാഹി അദിസ്നി എന്ന് പറയാൻ പറ്റുമോ? റസൂല് മുഗീസല്ല. വഫാത്തായി പോയ റസൂല് ബർസഖ് ഈ ലോകത്തിരുന്നിട്ട് ഉമ്മത്തിന്റെ വിളിയൊക്കെ കേട്ടിട്ട് സഹായിക്കോ? ഇല്ല. അതുപോലെ യാ റസൂലല്ലാഹി ഇശ്ഫി മരീളി, അല്ലാഹുവിന്റെ റസൂലേ എന്റെ രോഗി ശിഫയാക്കണേന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇശ്ഫിനി എനിക്ക് രോഗി ശിഫയാക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. വമിൻ ദുആഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗികളെ സന്ദർശിക്കുമ്പോൾ റസൂലുള്ള ചെയ്ത ദുആ ഏതാണത്? ഞങ്ങൾക്ക് അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ലാ ശിഫാഅ ഒരു റിവായത്തിൽ ലാ ശാഫി ഇല്ലാ അൻതാന്നുണ്ട്. പിന്നെ അവസാനത്തെ വാചകം ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതൊന്ന് എഴുതിക്കാട്ടെ. അതാണ് اللهم رب الناس هذه البركة اشفي أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما എന്ന രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇത് റുഖിയത്തുർ റസൂൽ, റസൂലുള്ളാഹിന്റെ റുഖിയ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തേണ്ടത്. വഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തു ബിന്നൂൻ. ആരാണ് ദുന്നൂൻ? ദുന്നൂൻ ചോദിക്കാത്ത പറഞ്ഞു. ദുന്നൂൻ യൂനുസ് നബിയാണ്, മീൻകാരൻ അല്ലേ, മീൻ മുണിങ്ങില്ലേ, അദ്ദേഹത്തിന്റെ ദുആ. ഇത് ദഅാ ബിഹാ വഹുവ ഫീ ബത്നിൽ ഹൂസ്, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അദ്ദേഹം ചെയ്ത ദുആ ഏതാണത്? ആർക്കാരും അറിയുന്ന കൈവന്നിട്ട് പറയണ്ട. 1 2 ഒരാൾക്ക് പകുതി എടുത്തരുള്ളൂ. അറിയ പക്ഷെ പറയാൻ പേടി അല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധനത്രേ, ഞാൻ അക്രമികളിലായി പോയിരിക്കുന്നു. ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ശൈഇൻ ഖത്തു ഇല്ലാ സജാബല്ലാഹു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ഇതും കൂടി കൂട്ടി ദുആ ചെയ്താൽ അയാൾക്ക് അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല. അത് പഠിച്ചിട്ടോ? ദുന്നൂനിന്റെ ഈ പ്രാർത്ഥന എല്ലാ ദുആന്റെയും ഒപ്പം ഉത്തരം കിട്ടേണ്ട സന്ദർഭത്തിൽ ഇതും കൂടി അങ്ങ് കൂട്ടത്തിൽ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല. ദുന്നൂനിന്റെ പ്രാർത്ഥന ഏതാണ് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് ഖുർആൻ തന്നെ വന്നിട്ടുള്ളതാണ്.
ഇത് ഇമാം അഹ്മദ് റിവായത്തില്ല. അപ്പൊ ഇതുപോലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെറുക്കാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ബദൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് തുറക്കേണ്ടത്, ഇങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത് എന്ന് അവർക്ക് എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറുക്കാന്ന് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറയാം, ഒഴിയിൽ പറഞ്ഞു കൂടി വേണം. അടുത്തത് ഒരു കഥ തീർത്തുപ്പോ ഒരു തെറ്റ് തിരുത്തി ഒരബദ്ധം, മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായ അബദ്ധം, ചെറുക്ക്, വലിയ ചെറുക്ക്, തിരുത്തി കൊടുക്കേണ്ട ചെറുക്ക്. രണ്ടാമത്തത് ലാ ഹൗലലില്ല. ചില ആളുകൾ പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയണം, ലാ ഹൗലലില്ല അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് കഴിവില്ല എന്നതിന്റെ അർത്ഥം. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അറിയാതെ പറഞ്ഞോളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് ശീലിച്ചേ. അതിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിക്കലുണ്ട്. വഹുവ മിനൽ കുഫ്ർ, അത് കുഫ്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ലാ ഹൗല ഇല്ല എന്ന് പറയാൻ പാടില്ല. പിന്നെന്താ പറയേണ്ടത്? ലാ ഹൗല ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല ഇല്ലാ ബില്ലാഹ്, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത. എല്ലാവർക്കും ഉണ്ട് കൻസും മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് റസൂൽ പറഞ്ഞതാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു നിധിയാണ്. എന്താ അതിന്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചായ കിട്ടിയോണ്ടെല്ലാം കവല മറിഞ്ഞു പോകുന്നു. ചായ വേഗം കൊടുക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ശക്തിയോ കഴിവോ ഇല്ല. അല്ലേ? നിസ്കരിക്കാൻ വേണ്ടി തയ്യാറപ്പെടാ കേട്ടാ എന്താ പറയണ്ടേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബാങ്ക് കേട്ടു, പക്ഷെ അവിടെ പോകാനും നിസ്കരിക്കാനും തിരിച്ചു വരാനും ഒക്കെ ഉള്ള കഴിവ് അല്ലാഹു തന്നാണ്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കഴിവ് ഏത് സമയം പിൻവലിക്കാം. അല്ലേ? ഓടാനുള്ള കഴിവ്, ചാടാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്. ഞാൻ അടുത്ത നിമിഷം സംസാരിക്കാൻ എനിക്ക് കഴിയുമോ? ഒരു ഉറപ്പില്ല. എഴുതാൻ കഴിയുമോ? ഒരു ഉറപ്പില്ല. അപ്പോൾ ആ കഴിവ് നിലനിർത്തി തരാൻ വേണ്ടിയുള്ള ദുആ അതിലടങ്ങിയിട്ടുണ്ട്. ഏതില്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ലാ ഹൗല ഇല്ല എന്ന് പറയാൻ പാടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് സ്വർഗത്തിലുള്ള ഒരു നിധിയാണ്. നമ്മൾ സ്വർഗത്തിലെത്താനുള്ള വലിയൊരു നിധിയാണത്. കെൻസാണ്, കെൻസറില്. മൂന്നാമത്തെ അബദ്ധം, അല്ലാഹു മൗജൂദുൻ ഫീ കുല്ലി മകാൻ, അല്ലാഹു ഫീ ഖൽബി. അല്ലാഹു എല്ലായിടത്തുമുണ്ട്, അവൻ എൻ്റെ ഹൃദയത്തിലുമുണ്ട്. ഇത് ശരിക്ക് അദ്വൈതവാദികളുടെ വാദമാണ്. നമ്മുടെ നാട്ടിലെ കർമ്മവ്യാധി സിദ്ധാന്തം. കുട്ടികൾ സ്കൂളിൽ വന്ന ആദ്യത്തെ പ്രാർത്ഥന കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു എന്ന് കുട്ടികളെ കൊണ്ട് പാടിക്കും. അല്ലേ? കല്ലിലും ദൈവമുണ്ട്, കരടിലും ദൈവമുണ്ട്, പൂവിലും ദൈവമുണ്ട്, പൊരുളിലും എല്ലാത്തിലും ദൈവമുണ്ട്. അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളെ ആളുകളോട് അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹ് ഫീ വെക്കാൻ അള്ള എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് അബദ്ധമാണ്. മനസ്സിലായില്ലേ? അത് അബദ്ധമാണ്. അത് ആളുകൾക്ക് തിരുത്തി കൊടുക്കണം. هذا القول يوجب تعدد ذات الله أو حلوله ووجوده في أماكن نجسة. عندو وقدرك الحمامات وهي أماكن لا تليق بالله. അള്ളാഹുവിന്റെ ദാത്ത്, അവന്റെ അസ്തിത്വം വിവിധ സ്ഥലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ ദാത്ത് ഒന്നല്ലേ ഉള്ളൂ. അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ കക്കൂസിലുണ്ട്, കള്ളുചാപ്പിലുണ്ട്, അല്ലെ? വൃത്തികെട്ട സ്ഥലങ്ങളിൽ വേശ്യാലയത്തിലുണ്ട്. നഅൂദു ബില്ലാഹ്. അങ്ങനെയല്ലേ വരിക? എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പാടില്ല. അത് അള്ളാഹ് യോജിച്ചതല്ല. പിന്നെയോ അസ്സവാബ്, ശരിക്ക് പറയേണ്ടത് എന്താ? അല്ലാഹു അലാ സമാഇ ഫൗഖൽ അർശ്. അല്ലാഹു ആകാശത്തിന് മീതെ അർശിലാണ്. വല്ലാഹു മഅനാ ഫീ കുല്ലി മകാനിൻ ബിഇൽമിഹി യസ്മഉ വയറാഹ്. പക്ഷെ അവൻ നമ്മോടൊപ്പം ഉണ്ട്, നമ്മളെ കണ്ടുകൊണ്ട്, നമ്മളെ കേട്ടുകൊണ്ട്, നമ്മളെവിടെയൊക്കെ ഉണ്ട് അവന്റെ ഇൽമു കൊണ്ട് അവൻ നമ്മുടെ ഒപ്പമുണ്ട്. അല്ലാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ട്, ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അവന്റെ അറിവ് കൊണ്ട് അവൻ നമ്മുടെ കൂടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവന്റെ ദാത്ത്
അർശിനു മീതെ. അവിടെ അല്ലാഹു ഫിസ്സമ, അതല്ല ഹദീസുൽ ജാരിയ അല്ലേ? ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അടിമപ്പെണ്ണിനെ സഹാബി അടിമത്തുള്ള കാലം വല്ലാതെ തല്ലി. പിന്നെ അദ്ദേഹത്തിന് സങ്കടമൊന്നും വേണ്ടിയിരുന്നില്ല. റസൂലിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇനി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവള് മുസ്ലിമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 2 ചോദ്യം. ഏതാണ്? അതിനല്ല. അപ്പോ ആട് നോക്കുന്ന ആ പെണ്ണ്, ഒരു കോളേജിലും പോയിട്ടില്ലാത്ത ആ പെണ്ണ് അല്ല എവിടെയെന്ന് ചോദിച്ചിട്ട് എന്താ പറഞ്ഞത്? അന്ന് അഭിസ്തമാണ്, ഉപരിലോകത്താണ്. അടുത്ത ചോദ്യം, മൻ അന, ഞാൻ ആരാണ്? അന്ത റസൂലുള്ളാഹ്, അന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു, അവൾ മുസ്ലിമാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത റസൂൽ അല്ലേ? അവൾ മുഅ്മിനത്താണ്. അതുകൊണ്ട് മുഅ്മിനത്തായ പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച വലിയ കൂലിയുണ്ട്. നീ ഏതായാലും അവളെ തല്ലിയല്ലോ, അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് അവളെ മോചിപ്പിച്ച് മുസ്ലിമാണ് അവൾ. കണ്ടോ? അപ്പൊ അതിനല്ല ചില ആളുകൾ പറഞ്ഞാൽ ചോദിക്കാൻ തന്നെ പാടില്ല. ആര് ചോദിച്ച ചോദ്യം? അത് റസൂൽ ചോദിച്ച ചോദ്യമാണ്. പിന്നെ നമുക്ക് ചോദിച്ചുകൂടാണ്? ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം റസൂൽ ചോദിക്കുവോ? അപ്പൊ അതിനെന്താന്ന് ചോദിച്ചാൽ അല്ലാഹു ഫിസ്സമ എന്നാ പറയേണ്ടത്. ഖുർആനിൽ വന്നിട്ടുണ്ട് അല്ലാഹനെ പറ്റി ഫിസ്സമാണ്. എവിടെ? തബാറക്കില്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കില് ആയത്തറിയോ? എന്തെങ്ങനെ മതത്ത് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ മറന്നാലോ? أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. ബാക്കി അടുത്ത ആയത്ത് തന്നെ, أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير. ഈ 2 ആയത്തിൽ അല്ലാഹനെ പറ്റി എന്താ പറഞ്ഞത്? മൻ ഫിസ് സമാ, മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ, ആകാശലോകത്തുള്ളവൻ, ഉപരിലോകത്തുള്ളവൻ. ഇനി ഹദീസ്, ഇർഹമൂ മൻ ഫിൽ അർളി, ഇർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കൂ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് അത് തെളിവായില്ലേ? അപ്പൊ അതുകൊണ്ട് അള്ള എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു നോക്കി, എതിരിൽ പറഞ്ഞു നോക്കാം. അപ്പൊ എത്ര തെളിവ് കിട്ടി? 2 ഹദീസും കിട്ടി, 2 ആയത്തും കിട്ടി. പിന്നെ ഖുർആനിൽ 6 or 7 സ്ഥലത്തുണ്ട് അള്ളാഹു അവന്റെ അരിസിൽ ഇസ്തിവ ചെയ്തു അല്ലേ? അള്ളാഹ് അരിസിൽ ഇസ്തിവ ചെയ്തു എന്നതിനെ പറ്റി ഇമാം മാലിക്കിന്റെ വാക്കെന്താ? എത്ര വട്ടം കേട്ടതല്ലോ. അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവ അറിയപ്പെട്ടതാണ്. പക്ഷേ വൽ കൈഫ് മജ്ഹൂൽ, അതിന്റെ രൂപം അറിഞ്ഞൂടാ. പിന്നെ വൽ ഈമാൻ ബിഹി വാജിബ്, അല്ലാഹു അർശിലാണെന്നുള്ളത് വിശ്വസിക്കൽ, അവൻ ഇസ്തിവ ചെയ്തെന്ന് വിശ്വസിക്കൽ വാജിബാണ്. പിന്നെ വസ്സുആലു അൻഹു ബിദ്അത്ത്, അതിനെപ്പറ്റിയുള്ള ചോദ്യം, അതെങ്ങനെയെന്നുള്ള ചോദ്യം കുത്തനാശയമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തെളിവാണ്. അപ്പോ നമ്മുടെ നാട്ടിലെയും സമസ്തക്കാരിലും അശ്അരി അഖീദ സ്വീകരിച്ചവരാണ് അല്ലേ? പള്ളിക്കമ്മറ്റിന്റെ ഭരണഘടനയിലുണ്ടാകും അശ്അരി തരീഖത്തും ശാഫിഈ മദ്ഹബും പിന്തുടരുന്നവർക്ക് മാത്രമേ ഈ പള്ളി മഹല്ലിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ കർമ്മശാസ്ത്രത്തിലാണ്, അത് അഖീദയിലല്ല. ഇമാം ഷാഫിന്റെ അഖീദയിൽ എടുക്കൂല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, കച്ചവടം, നിക്കാഹ്, തലാഖ്, സ്വത്തോയൊക്കെ ഈ വക കാര്യങ്ങൾ, ഫിഖ്ഹി കാര്യങ്ങളിലൊക്കെ ഷാഫിഈ മദ്ഹബും, വിശ്വാസ കാര്യങ്ങളിൽ അശ്അരി തരീഖത്തും, വേറെ ഒരു വിശ്വാസ കാര്യത്തിലൊരു തരീഖത്തും കൂടി. അതേതാ? ഖാദിരി തരീഖത്ത്. മാതുരീദി, എന്താണ് ഇതെങ്ങനെ പേര് വന്നു വെച്ചാല് അബുൽ ഹസൻ അശ്അരിയിലേക്ക് ചേർത്തി പറയുന്നത് കൊണ്ട് അശ്അരി തരീഖത്തെന്നും
അബൂ മൻസൂർ മാതുരീദിയിലേക്ക് ചേർത്തി പറയുന്നത് കൊണ്ട് മാതുരീദിയ തരീഖത്തൊന്നും പറയും. ഇത് ശാഫികളൊക്കെ അശ്വരികളും അനബികളൊക്കെ മാതുരീദികളുമാണ്. എന്താ കാരണം? അബൂ മൻസൂർ മാതുരീദി ഹനഫി മതം സ്വീകരിച്ചത്, അബുൽ ഹസൻ അശ്വരി ശാഫി മതം സ്വീകരിച്ചത്. അതുകൊണ്ട് ശാഫികളൊക്കെ അശ്വരി അനബികളൊക്കെ മാറുന്നു. പക്ഷെ സിഫത്തുകൾ അള്ളാഹുവിന്റെ ഇഷ്ട സിഫത്തുകളുടെ കാര്യത്തിൽ രണ്ട് കൂട്ടരും ഒന്നാണ്. അള്ളാഹിന്റെ സിഫത്തുകൾ അവരെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അല്ലേ? അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. അതിനെങ്ങനെ പറയണ്ടത്? അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹിന്റെ സ്വഭാവം ഇറങ്ങും എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അത് ആ കാര്യത്തിൽ രണ്ടോട്ടും ഒന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് തെറ്റാണ്. ഇത് അശ്അരി അഖീദയാണ്. സലഫുകൾ പഠിപ്പിച്ചതല്ല, സലഫി അഖീദയല്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മാത്രമല്ല അബുൽ ഹസൻ അശ്അരി ഇതൊന്നും അറിയില്ല. അബുൽ ഹസൻ അശ്അരിക്ക് പല ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആദ്യം മുഅ്തസിലി ആയിട്ടുണ്ട്, പിന്നെ ഇബ്നു കുല്ലാബിന്റെ മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയിട്ട് സലഫുകളുടെ മാർഗത്തിലേക്ക് മടങ്ങി. എന്നിട്ട് പള്ളിയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ച് ഞാൻ സലഫ് സാലികളുടെ മാർഗത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നിട്ടൊരു പുസ്തകം എഴുതി. മടങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാർക്കെങ്കിലും അറിയോ? എന്താ റഫീഖ്, എങ്ങനെയായാലും ഷാഫി പണ്ട് വായക്കാട് കന്നഡത്തിൽ വളരെയേറെ തർക്കമുണ്ടായ വിഷയമാണ്. അൽ ഇബാന അൻ ഉസൂലി ദിയാന. അബുൽ ഹസൻ അശ്അരി അദ്ദേഹത്തിന്റെ പഴയ മദ്ഹബ് ഉപേക്ഷിച്ച് സലഫുകളുടെ മാർഗത്തിലേക്ക് മടങ്ങി എന്ന് പ്രഖ്യാപിക്കുന്നത് ചെറിയ പുസ്തകമാണ്. അൽ ഇബാന അൻ ഉസൂലി ദിയാന എന്ന പുസ്തകം. പക്ഷേ മൂപ്പർ മടങ്ങിയാലും മൂപ്പരുടെ പഴയ വാദങ്ങളാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. മൂപ്പരുടെ പേരിൽ മൂപ്പരൊക്കെ വിട്ട് അബുൽ ഹസൻ അശ്അരി അതൊക്കെ വിട്ടിട്ടും മൂപ്പരെ പഴയ മധുരവും നോക്കി പിടിച്ചിട്ട് മൂപ്പരെ പേരിലാണ് അശ്അരി ചെയ്യുന്നത്. അപ്പൊ പേരിന്റെ അഡ്രസ്സില്ല. നോക്കിങ്ങൾ അബുൽ ഹസൻ അശ്അരി എന്ത് ചെയ്തു? ആദ്യകാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇബ്നു കുല്ലാബിന്റെ മദ്ഹബും മുഅ്തസിലി മദ്ഹബും ഒഴിവാക്കിയിട്ട് സലഫുകളുടെ മാർഗത്തിലേക്ക് വന്നു. അത് പരസ്യമായി പ്രഖ്യാപിച്ചു പള്ളിയിൽ ജുമയ്ക്ക് ശേഷം. എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിരുന്നു, ഞാൻ കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പുസ്തകം എഴുതി. എന്നിട്ടും ഇന്ന് എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പഴയ മദ്ഹബിൽ അടിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അബുൽ ഹസൻ അശ്അരിന്റെ ആളാണ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. പരലോകത്തിൽ എന്തായിരിക്കും സ്ഥിതി? പഠിത്തത് ഞാൻ എന്നൊക്കെ തൗബ ചെയ്ത് ബുക്ക് വരെ എഴുതി വന്നത് ഇവരിന്റെ പേരിൽ കഥകൾ. അപ്പൊ അശ്അരികളുടെ വാദം എന്താണ്? അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹു ചില സൂഫികളിലൊക്കെ ഇറങ്ങി എന്ന വിശ്വാസം അവർക്കുണ്ട്. അതാണ് ഹുലൂൽ വാദം പറഞ്ഞിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് തൂക്കി എന്നെ കുരിശിലേറ്റി കൊന്ന ഒരാളുണ്ട്. ആർക്കറിയാം? ആർക്കറിയാം? എന്നിൽ അള്ളാഹു ഇറങ്ങിയിരിക്കുന്നു, അള്ളാഹിന്റെ അവതാരമാണ് ഞാന് എന്ന് പരസ്യമായി വാദിച്ചപ്പോ ഇറാഖിൽ വെച്ചിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് പരസ്യമായി ആ കുരിശിൽ തറച്ച് കൊന്നു. ആ കൊന്നതിനെ പറ്റി മൊയ്തീൻ ഷേഖിന്റെ മാലയിൽ പരിഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലൂ കൂടി കിട്ടിപ്പോ. ഹല്ലാജ് ക്ലൂ കൊടുത്തപ്പോ കിട്ടി. ഹല്ലാജെ കൊല്ലുന്ന അന്നു ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർ കൈപ്പീടിപ്പൻ ഞാനെന്നോ അവർ. ഹല്ലാജിനെ കുറിച്ച് തറച്ചു കൊല്ലുമ്പോ ഞാനെങ്ങാനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാനവിടെ കൈ പിടിക്കുമായിരുന്നു മൊയ്തീൻ ഷേഖ് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പേരില് കോഴിക്കോട്ടെ കാവ്യര് വെച്ച് കാട്ടിയത്. ഹല്ലാജ വാദക്കാരനായിരുന്നു. എന്നിട്ട് അള്ളാഹു ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹുലൂൽ വാദക്കാർക്ക് അള്ളാഹു എവിടെ അവതരിക്കില്ല.
ഇവിടുത്തെ അമുസ്ലിങ്ങളുടെ വാദം അതാണ്, അവതാരവാദം അല്ലേ? അല്ല, ഹല്ലാജിന്റെ വാദം. ഹല്ലാജിനെ ന്യായീകരിച്ച് അയാൾ ഇസ്ലാമിന്റെ രക്തസാക്ഷിയാണെന്നാണ് മൊയ്യദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയ മുസ്തഫൽ ഫൈസി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായതാണ്. നല്ല രക്തസാക്ഷ്യം. മൂർത്തതിനെ കൊല്ലുക എന്നുള്ള നിയമം അനുസരിച്ച് അത് പരസ്യമായി കുറിച്ച് തറച്ചു വന്ന ഇത്യാദി വാദം പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളയുടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ വിടാൻ പറ്റുമോ? ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇറാഖിൽ വെച്ചിട്ട് കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇബ്നു അറബി എന്ന സൂഫി കാഫിറാണെന്ന് പണ്ഡിത ലോകം വിധിച്ച ഒരു സൂഫിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇബ്നു അറബി. ഇബ്നു അറബി കാഫിറാണെന്ന് 40ഓളം പണ്ഡിതന്മാരെ ഫത്വ ഉദ്ധരിച്ചുകൊണ്ടൊരു ബുക്കുണ്ട്. ദാറുൽ ഇഫ്ത പിന്നെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന പുസ്തകം. അത് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ തെരീക്കത്തിനെ പറ്റി നമ്മളെ പ്രസംഗത്തിൽ വന്നതാ കൂട്ടരെ. തെരീക്കത്തിനെതിരിലുള്ള നമ്മുടെ പ്രസംഗങ്ങളിൽ മുമ്പേ വന്നതെന്താണ്? ഈ പ്രസംഗം കേട്ടുപോകല്ല, അത് മനസ്സിലൊക്കലില്ല. ഷാഫിയ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്ന ബുക്കാണ്. കാരണം ഈ ഇബ്നു അറബിന്റെ തഫ്സീർ ഇവിടെ ഇറക്കിനോല് അത് നിങ്ങൾക്ക് അറിയോ? മലയാളത്തില് അതും അറിയില്ല. ഇബ്നു അറബി എന്ന കള്ള സൂഫിയുടെ ഖുർആൻ പരിഭാഷ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഖുർആന്റെ ഉൾസാര വ്യാഖ്യാനം നമ്മളെ പന്താവൂർ സ്വാമി അയാള് തെരീക്കത്തുകാരനായിരുന്നു. തെരീക്കത്തിലെ ഖലീഫയായിരുന്നു. ഏതാ തെരീക്കത്ത്? പന്താവൂരിലെ ശേഖന്റെ നമ്മൾ പറയലില്ലേ, പ്രസംഗത്തിലൊക്കെ ഉദ്ധരിക്കാറുണ്ടല്ലോ, ലാക്കണ്ണയില്ലെന്ന കൈപ്പെട്ടതാണ്. നമ്മളെ ഈരാറ്റുപേട്ടക്കാരൻ ഫരീദ് ബാബ ഈരാറ്റുപേട്ട, അവരെ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? സൂഫികളെ തൗഹീദ് അള്ളയും സൃഷ്ടിയും ഒന്നാകുക. സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടാവിൽ ലയിച്ച് രണ്ടും ഒന്നാകുക. രണ്ടും രണ്ടില്ല, പിന്നെ ഒന്നേ ഉള്ളൂ. അതാണ് അവരെ തൗഹീദ്. ആദി ഒളിവായി അതൂട്ടാൻ വെളിവായി ഇല്ലേ, അത് പിന്നെ ആദമായി വന്നു ലുഹൂറായി എന്നൊക്കെ പറഞ്ഞില്ലേ. ആദമായി വന്നതും പിന്നെ അംബിയ ഔലിയ ആയി വന്ന് അവസാനം മാക്കത്തതും തന്നെ വന്ന് അമ്പിയാക്കളായിട്ട് ഔലിയാക്കളായിട്ട് ഒക്കെ വന്നതൊക്കെ അല്ല തന്നെയാണ്. ഈ അവതാരവാദം ഇന്നിവിടെ നിലനിൽക്കുകയാണ്. ആദം നബിയായി വന്നതും പിന്നെ കുറെ നബിമാരായി വന്നതും പിന്നെ വന്ന ഔലിയാക്കളൊക്കെ അല്ല തന്നെയാണ്. അല്ല അവതരിക്കുകയാണ് ഇവരിലൂടെയൊക്കെ. പിന്നെ അത് നിലക്കുന്നാണ് ലോകാവസാനം. മുഹമ്മദ് നബിയോട് കൂടി നബിമാരുടെ ശൃംഖല കഴിഞ്ഞു. ഇനി ഔലിയാക്കന്മാരിലൂടെ അള്ളങ്ങനെ അറിഞ്ഞിക്കൊണ്ട് അവതരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കളെ വിശ്വാസം എന്താ വ്യത്യാസം? ധർമ്മം തകരുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഹിന്ദുക്കളെ വാദല്ലേ ഈ സൂഫികൾ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂഫികൾക്ക് ഒരു വാദമുണ്ട്, ബിംബാരാധന തെറ്റല്ല. ബിംബാരാധന തെറ്റല്ല. ഫിർഔൻ നല്ല മുസ്ലിമാണ്. ഇബ്നു അറബി പറഞ്ഞെന്താ അറിയോ? എന്റെ ഉസ്താദ് ഇബ്ലീസാണ്. എങ്ങനെയുണ്ട്? ഫിർഔൻ നല്ല മുസ്ലിമാണെന്നും ഇബ്ലീസ് ഉസ്താദാണെന്നും പറഞ്ഞിട്ടുള്ള ആളാണ് ഇബ്നു അറബി. അയാൾ കാഫിറാണെന്ന് 40 പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ പത്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഈ കേരളത്തിലുണ്ട്. വലിയ വലിയ ബുദ്ധിജീവികളായ ആളുകൾ പോലും അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തെരീക്കത്തിലേക്ക്. തെരീക്കത്തിന്റെ ഫിലോസഫി എത്ര ചുറ്റി വളഞ്ഞ് വലിയ വാക്സാമർത്ഥ്യം സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. അജാതി ഫിലോസഫിയാണ് തത്വചിന്ത. ഗ്രീക്ക് തത്വശാസ്ത്രവും ഭാരതീയ തത്വചിന്തയും ഒക്കെ പട കൂട്ടിക്കലർത്തിയിട്ടാണ് പറഞ്ഞ് അവസാനം എത്തിപ്പിടിക്കാണ്. അനല്ലാഹ്, ഞാൻ തന്നെയാണ് അള്ളാഹ്. ജിഫായിറാത്തിവിലില്ലേ, ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത. എന്താർത്ഥം? ലാ അന ഞാനല്ല, ഇല്ല അന്ത നീ അല്ലാതെ അല്ല. അപ്പോ ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ.
നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ്, വേറല്ല. ഇതാണ് സൂഫിസം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ശരിയായ അഖീദ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇതിൽ പോയി പെടുന്നത്. തരീഖത്തിനോട് സംസാരിച്ചപ്പോൾ നിങ്ങളെ മനസ്സിലെ കറകളൊക്കെ കഴുകി ശുദ്ധിയാക്കാവുന്ന ഒരു മാർഗം നമുക്ക് പറഞ്ഞുതരാം. നിങ്ങളെ മനസ്സിൽ പോയി ഒരു കറയില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയും എൻ്റെ മനസ്സിലൊരു കറയില്ല. അതാണ് പ്രശ്നം. മനസ്സിലെ കറകളൊക്കെ കഴുകി ക്ലീനാക്കി. അതിനെന്താ വഴി? നമ്മുടെ ഷെയ്ഖിൻ്റെ അടുത്ത് വരും. അത് ഷെയ്ഖിനെ കണ്ട് ഷെയ്ഖിൻ്റെ മുരീദായി, പിന്നെ ഷെയ്ഖ് പറഞ്ഞ ദിക്ർ, അങ്ങനെ 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 പോയാൽ നിങ്ങളെ മനസ്സ് ക്ലീൻ ആവുള്ളൂ. അങ്ങനെ എത്ര ആൾ പോയിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വളരെ സൂക്ഷിക്കണം. തനിച്ച കുഫറിലേക്കാണ് സൂഫികൾ കൊണ്ടുപോകുന്നത്. ഈ തരീഖത്തുകൾ തസവ്വുഫ് എന്ന സൂഫിസം എന്ന പേരിൽ, ആത്മസംസ്കരണം എന്ന പേരിൽ കൊണ്ടുപോകുന്നത് തനിച്ച കുഫറിലേക്കും ശിർക്കിലേക്കുമാണ്. എന്നുവെച്ചാൽ സ്വയം ദൈവമായി മാറാനുള്ള മനുഷ്യന്മാരുടെ ആഗ്രഹമാണ് പലപ്പോഴും സൂഫിസത്തിൽ ആളുകളെ എത്തിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണത്. അല്ലാഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹു ഫീ ഖൽബി, അള്ളാന്റെ ഹൃദയത്തിലുണ്ട്, അള്ള എന്നിൽ അവതരിച്ചിട്ടുണ്ട്. ആ വാദം മനസ്സിലായില്ലേ? ഹുലൂല് വാദം അത് തനിച്ച കുഫ്ര. ഇനി അപ്പൊ മംഫിസ്സമ എന്നാണ് അള്ളാഹിനെ പറ്റി പറയേണ്ടത്. പിന്നെ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അവന്റെ ഇൽമു കൊണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലൊരു തെളിവ് സൂറത്ത് ത്വാഹ 46 ഹാറൂൻ നബിയോടും മൂസാ നബിയോടും അള്ളാഹ് പറഞ്ഞതാണ്, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങൾ രണ്ടാളെയും ഒപ്പമുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹ് അവന്റെ ഇൽമു കൊണ്ട് നമ്മളൊപ്പമുണ്ട്, കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. പക്ഷെ അവന്റെ ദാത്ത് കൊണ്ട് അവൻ അർശിന് മീതെയാണ്. അപ്പൊ 3 അബദ്ധാഫ് നമ്മൾ തിരുത്തി. ഇനി 4ാമത്തെ ഖത്അ, ഖലഖല്ലാഹു ദുനിയ ലി അജ്ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് ഈ ദുനിയാവിനെ പടച്ചത് അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വഹാദാ മുഖാലിഫുൻ ലിസരീഹിൽ ഖുർആൻ, ഇത് ഖുർആന്റെ വ്യക്തമായ പ്രസ്താവനയ്ക്കെതിരാണ്. ഫഖദ് ഖലഖ ദുനിയ ഖബ്ല ഫഖദ് ഖുലിഖ ദുനിയ ഖബ്ല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ പടച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ പടക്കുന്നതിന് മുമ്പ് തന്നെ. വഖലഖഹാ വമുഹമ്മദൻ ലിഇബാദതിഹി വഹദഹു ലാ ശരീക ലഹു, ഈ പ്രപഞ്ചത്തെയും മുഹമ്മദ് നബിയെയും എല്ലാവരെയും പഠിച്ചതിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാത്രം ഇബാദത്ത് എടുക്കാനാണ്. വമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ കസാഇന്ന, മറ്റു മനുഷ്യന്മാരെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ അന്നഹു യുഹാ ഇലൈഹി, പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് വഹ്യ് ലഭിച്ചിരുന്നു. വഹ്യ് ലഭിക്കുന്ന നബിയാകുമ്പോൾ പല പ്രത്യേകത ഉണ്ടാവും. ജിബ്രീൽ വന്നിട്ട് സന്ദേശം കൊടുക്കും. സഹാബികളാരും ജിബ്രീലിനെ കാണുന്നില്ല, റസൂൽ കാണുന്നു, സന്ദേശം ഏറ്റെടുക്കുന്നു അല്ലേ? അത് പ്രത്യേകതയാണ്. പിന്നെ അങ്ങനെയുള്ള നബിമാരിലൂടെ താൻ നബിയാണെന്ന് തെളിയിക്കുന്ന കുറെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും. അതിനാണ് ആയത്ത് എന്നോ മുഅ്ജിസത്ത് എന്നോ പറയാറുള്ളത്. വെല്ലുവിളി ഉണ്ടായിട്ട് കാണിക്കുമ്പോൾ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. സാധാരണ നിലക്ക് ആയത്ത് ദൃഷ്ടാന്തം അല്ലേ? വടി നിലത്തിട്ടപ്പോൾ പാമ്പായി കാണിച്ചതും കൈ കച്ചത്തിട്ട് ശോഭയായി കാണിച്ചതും കാര്യക്കുള്ള മുഅ്ജിസത്തായിരുന്നു, മൂസാ നബിക്കുള്ളായിരുന്നു. ഇതാണ് മുഅ്ജിസത്ത്. അപ്പൊ ഇതുണ്ടാകും എന്നതാണ് നബിമാരുടെ പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടിയാണ്, അവിടത്തേക്ക് വേണ്ടിയാണ് ഈ ദുനിയാവിനെ പടച്ചതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂലും പറഞ്ഞിട്ടില്ല. മൗലൂദ് യോഗത്തിലൊക്കെ പറയുന്ന ഒരു കള്ള ഹദീസ് ഉണ്ട്, ആർക്കറിയാം? ഒരു തല കിട്ടി, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ലൗലാക എന്നുള്ള പ്രയോഗം തെറ്റാ, ലൗലാ എന്താന്നാ പറയട്ടെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചക്രവാളങ്ങളെയൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് റസൂലിനോട് അള്ളാഹ് പറഞ്ഞു. പുതുത്തിയായ ഹദീസ് പോലെ ലൗലാക ലൗലാക ലമാ ഖലഖത, ഒരു കിതാബിലും ഇല്ലാത്ത, ഹദീസിന്റെ അറിയപ്പെട്ട കിതാബിലൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ഹദീസ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കള്ള ഹദീസുകളും ധരിക്കും. അപ്പൊ നബിക്ക് വേണ്ടിയാണ് ചക്രവാളത്തെയൊക്കെ പടച്ചത് എന്ന് പറയാം. അത് തെറ്റാണ്, ഖുർആനെതിരാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്ന് പറയുന്ന 2 ആയത്തുണ്ട് ഖുർആനിൽ.
ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് 2 സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നെവിടെ? അൽ കൗസുൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഓതിയട്ടെ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അൽ-കഹ്ഫ് 110. ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറുൻ, ഞാൻ മനുഷ്യൻ മാത്രമാകുന്നു, മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള, യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു. അപ്പൊ നിങ്ങളൊക്കെ പോലെ ഉമ്മാന്റെ പള്ളിയിൽ 10 മാസം കിടന്ന് പിന്നെ പുറത്തു വന്ന് ചെറിയ കുട്ടിയായി പിന്നെ വലുതായി അങ്ങനെയൊക്കെ വന്ന ഒരു മനുഷ്യനാകുന്നു ഞാൻ. നിങ്ങളെപ്പോലെ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ക്ഷീണുണ്ട്, തളർച്ചയുണ്ട്, രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, അല്ലേ, വികാരങ്ങളുണ്ട്, ഒക്കെ ഉള്ള ഒരു മനുഷ്യനാകുന്നു. വഹി ലഭിക്കപ്പെടുന്നു എന്നതാണ് എന്റെ പ്രത്യേകത. ഇത് തന്നെ സൂറത്ത് ഫുസ്സിലത്തിലുണ്ട് ഇതേ വാചക. കുല്ലിന്റെ മാനവശവും മിസ്ലുക്കും അതിൽ ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂന, അല്ലേ, സൂറത്ത് ഫുസ്സിലത്തിലുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കണ്ട ആയത്തിന്റെ കഷ്ടെങ്കിലും ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, അതിന് ഓരോ ഹദീസ് തെളിവുണ്ട്. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. അത് വിസാല് നോമ്പിനെ പറ്റി പറഞ്ഞതാ. എന്താ വിസാല് നോമ്പ്? വിസാല് നോമ്പ് എന്താ? അറിയില്ലേ? നോമ്പ് തുറക്കാതെ പിറ്റേ ദിവസവും നോമ്പ്, 2-3 ദിവസം അത്താഴമല്ല, നോമ്പ് തുറക്കലുമില്ല, തുടർച്ചയായിട്ട് നോമ്പ്. ഈ നോമ്പ് നബി നോറ്റിരുന്നു. സഹാബികളോട് പിന്നാലെ കൂടിയപ്പോൾ പറഞ്ഞു, നിങ്ങളിന്റെ പിന്നാലെ കൂടെ നിൽക്കണ്ട. ഇന്നീ മറ്റൊരു വിധത്തിൽ യുതഇമുനി റബ്ബി വയസ്തീനി, എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, എന്നെ കുടിപ്പിക്കുന്നുണ്ട്. ഇന്നീ ലസ്തു മിസ്ലക്കും, ഞങ്ങളെ പോലെയല്ല. നമ്മൾ ഈ ആയത്തെ ഉദ്ധരിച്ച കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇന്നീ ലസ്തു മിസ്ലക്കും, ഞങ്ങളെ പോലെയല്ല. വഹാബി എന്താ പറഞ്ഞത്? ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാ, മക്കത്തെ മുഹമ്മദ് പോലെ എന്നാ അവര് പറയണേന്ന് പറയും. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നീ ലസ്തു മിസ്ലക്കും എന്ന ഹദീസ് വിസാല് നോമ്പിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പോലെ അല്ല, എനിക്ക് ഭക്ഷണം തരുന്നുണ്ട് അല്ലാഹ്. ഞാൻ എന്റെ രാത്രി സമയത്ത് എനിക്ക് എന്റെ റബ്ബ് അഭൗതികമായ മാർഗത്തിലൂടെ വെള്ളം തരുന്നുണ്ട്, ഭക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് വിസാല് നോമ്പ് നിങ്ങൾ നോൽക്കരുതെന്ന് വിരോധിച്ചു. എന്നിട്ട് ചില ആളുകൾ പിന്നാലെ കൂടി. അങ്ങനെ 2-ാം ദിവസം മാസപ്പിറവി കണ്ടു. ഞാൻ പറഞ്ഞു, മാസപ്പിറവി കണ്ടല് നിങ്ങൾക്കാണെന്ന് കാണിച്ചു തരും. അവർക്ക് സാധിക്കുമോ? സാധിക്കൂല. അപ്പൊ വിസാലിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇന്നീ ലസ്തു മിസ്ലക്കും എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. വിശപ്പുണ്ടായിരുന്നു, അല്ലേ? വിശപ്പ് സഹിക്കാൻ കഴിയായിട്ട് വീട്ടിൽ തന്നെ പുറത്തിറങ്ങി സഹാബിന്റെ വീട്ടിൽ പോയതൊക്കെ, അല്ലേ? പിന്നെ കിടങ്ങ് കുഴിക്കുമ്പോ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത്, മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹം ഉണ്ടായിരുന്നു, നബി ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, അല്ലേ? പരിക്ക് പറ്റിയിട്ട് വേദനിച്ചിട്ടുണ്ട്, വെട്ടിയ ചോര വന്നിട്ടുണ്ട്, മുൻപല്ല് പൊട്ടി, അല്ലേ? തായ്ഫിന്ന് എറിഞ്ഞാട്ടി കാലുമെന്ന് ചോര പൊട്ടി. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ സൈനബിന്റെ കുട്ടി സുഖമില്ലാതെ കിടന്നിട്ട് വാപ്പാന്റെ അടുത്തേക്ക് ചൊല്ലിയായിട്ട്, നബിന്റെ മകൾ സൈനബിന്റെ കുട്ടി, വാപ്പ ഒരെന്നെ വേണമെന്ന് പറഞ്ഞു. ചെന്നപ്പോ കുട്ടി ഇങ്ങനെ സക്കറാത്തിലാണ്. കുട്ടി അങ്ങനെ എടുത്തു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. റസൂലിന്റെ കണ്ണീരിങ്ങനെ വന്നു. അപ്പൊ സഹാബി ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അല്ലേ? നിങ്ങൾ കരിയും? റസൂല് കരിയുന്നുണ്ടപ്പോൾ എനിക്ക് അത്ഭുതം. റസൂല് കരിയും, റസൂലിന് വേദന ഉണ്ടാവും, മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ. പേരക്കുട്ടി മരിക്കുകയാണ്. പേരക്കുട്ടി മരിക്കേണ്ട വല്യപ്പ കരച്ചിൽ വരുന്നത്. അപ്പൊ റസൂല് പറഞ്ഞു കൊടുത്തു, ഇതെന്റെ ദൗർബല്യമല്ല, ആദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹു അവന്റെ അടിമകളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ വെച്ചുകൊടുത്ത റഹ്മത്താണിത് എന്ന് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മനുഷ്യന്മാർക്കുണ്ടാണ് വികാരങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു, അല്ലേ? അബൂ താലിബ് മരിച്ചപ്പോൾ വിഷമിച്ചിട്ടില്ലേ? ഖദീജ മരിച്ച് വിഷമിച്ചിട്ടില്ലേ?
ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്ത് ഇതിനെതിരാണ്. അപ്പൊ എന്താ പറയേണ്ടത്? ഖലഖല്ലാഹു ദുനിയ ലിഅജ്ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് വേണ്ടി ദുനിയാവ് ഉണ്ടാക്കി എന്നുള്ളത് തെറ്റാണ്. അസ്സവാബ് പറയേണ്ടത് ഖലഖല്ലാഹു ദുനിയ വമാ ഫീഹാ ലിഇബാദതിഹി, ദുനിയാവും അതിലുള്ളതുമൊക്കെ അള്ളാഹു പടച്ചത് അവരെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അതിന് തെളിവേതാ? ഒരു തെളിവ് ഏതാ സൂറത്ത്? സൂറത്ത് ദാരിയാത്ത് 56. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂനാനോ നീനോ ഇല്ലാ ലിയഅബ്ദൂനാന യഅബ്ദൂനീന ഞാനുള്ളത് ചിന്തിച്ചാട്ട് ഇല്ലാ ലിയഅബ്ദൂന വഖഫല്ലോ രണ്ടാൾ ഒന്നിച്ചിട്ടുണ്ട്. മൂന്നാം ഞാനല്ല അടുത്ത് കുട്ടിക്കാത്ത 3 നീ എന്നുള്ളത് ചിന്തിച്ചാട്ടെ രണ്ടിലും പെടാത്തവരും ഉണ്ടല്ലോ. ഇല്ലാലി യഅ്ബുദൂനി യഅ്ബുദൂനി എന്നുള്ള യാറ് പോയി എന്നെ ആരാധിക്കാൻ. യഅ്ബുദൂന എന്നുള്ള ആരാധിക്കാൻ, അവർ ഇബാദത്ത് ചെയ്യാൻ. അതല്ല യഅ്ബുദൂന എന്നല്ല. പിന്നെ യഅ്ബുദൂനി വഖഫ് ചെയ്യുന്നിടത്തൊക്കെ എന്താണ് അവിടുത്തെ ഹർക്കത്ത് എന്ന് തിരിയണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അവിടെ നീമിന് എന്താ ഹർക്കത്ത്? മുസ്തഖീമീനാണോ മുസ്തഖീമൂന്നാണോ മുസ്തഖീമാനാണോ? ഫാത്തിഹ സൂറത്തത്. അതൊരു ബൽസേർത്ത് വെച്ചമായില്ലേ ചിലപ്പോ മീ മീ മാന്നുള്ളത് കഴിഞ്ഞിട്ടാണ്. ഇനി മീനുള്ളത് കഴിഞ്ഞു ഒന്നിനും പെടാത്ത ഒരാളാണ് അധികം. അത് തെക്കുള്ളവരെ അവിടെ കൂടുതൽ. സിറാത്ത എന്നതിന്റെ സിഫത്താണ് അൽ മുസ്തഖീമ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ എന്നാണ്. നിർത്തുമ്പോ വഖഫിന് ഹർക്കത്ത് ഉണ്ടാവില്ല. വഖഫ് സുക്കൂൻകളല്ലേ. അൽ വഖഫു അല സുക്കൂൻ എപ്പോഴും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നീ നു നീ അതൊക്കെ ഒന്നില്ല. ഇസ്രായേലിന്റെ ഇവിടുത്തെ പോകുമ്പോൾ തീരെ ഇസ്രായേലില്ലാതെ ഇപ്പോ കഥാലി വീട്ടിലുണ്ട്. ഉറപ്പാ എന്നാ അങ്ങനെയാക്കല്ലേ? റബ്ബിൽ ആലമീൻ എന്നാ കാരണം ആലമുൻ ആലമാനി ആലമീന. അപ്പൊ അത് നമ്മൾ പഠിക്കണം. സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ചും അർത്ഥം പഠിക്കുമ്പോ അത് വഖഫ് എവിടെയെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പലപ്പോഴും ആളുകൾക്ക് തിരിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അർ-റഹ്മാനിർ റഹീം മാ മീമു. ഏഴായത്തിന്റെ 7 ഇപ്പൊ ഞാൻ ചോദിക്കും. അപ്പൊ ഇന്ന് പോയിട്ട് അത് പഠിക്കുക. എന്താ പഠിക്കണ്ടേ? സൂറത്തുൽ ഫാത്തിഹന്റെ ഓരോ വഖഫും ഏത് ഹർക്കത്തുമലാണ് നോക്കുക. മനസ്സിലായില്ലേ? കാരണം അത് അർത്ഥം പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അർ-റഹ്മാനിർ റഹീമി സിഫത്തായിട്ട് വന്നാണ്, അള്ളാന്റെ സിഫത്തായിട്ട് വന്നാണ്. ആലമീന തന്നെയാണ്, റബ്ബിൽ ആലമീൻ. മനസ്സിലായില്ലേ? മാലിക് യൗമി ദീനു നീ ഉറപ്പന്നെ. മാലിക് യൗമി ദീനി കണ്ടോ? പ്രതിഫലത്തിന്റെ ദിവസം. മുളാഫ് മുളാഫിലേക്കാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
ചോദിച്ചാൽ തർച്ചയായി, അല്ലെങ്കിൽ എങ്ങനെ പൂച്ച. അൽ-ഇൽമു ലാ യുശഖഖു ബിത്തസ്കീഖ്. അലി അക്ബർ മൗലവി റഹിമഹുല്ലാഹ് ഞങ്ങളോട് എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, ഇൽമു എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാക്കിയ സംശയം ഉണ്ടാകാത്തതാണ്. അങ്ങനെ തന്നെയാന്ന് ചോദിച്ചാൽ സംശയം, അതിന് ഇൽമു എന്ന് പറയില്ല. ഉറപ്പുള്ളിന ഇൽമു എന്ന് പറയാ. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നൂൻ തന്നെയാണ്, അത് ഫിഇലാണ്. ഇസ്തആന യസ്തഈനു നസ്തഈനു, അബദ യഅ്ബുദു നഅ്ബുദു. ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഒക്കെ ശ്രദ്ധിക്കണം. ഫാത്തിഹ സൂറത്ത് ശരിക്ക് ഒക്കെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അവിടെ മീമിന് സുക്കൂനാണ്, അതിലൊരു സംശയം ഉണ്ടാവില്ല അല്ലേ? ഉണ്ടോ? ഇത് സംശയം. വലല്ലാലീനു അതല്ല. അപ്പൊ ഈ 7 ആയത്തുകളൊന്ന് പോയി നോക്കണം. ലാലുൻ, ലാലാനി, ലാലൂന, ലാലീന, ലാലീന, പക്ഷെ വഖ്ഫ് സുക്കൂനിലാണ്. ഇതല്ലേ? അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. 7 ആയത്തും ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ഖുർആനിൽ ഏതാ? സൂറത്തുൽ ഫാത്തിഹ. ആദ്യം എങ്ങനെയാ പഠിക്കേണ്ടത്? തജ്വീദ് അനുസരിച്ച് അത് ഓതാൻ പഠിക്കുക. പിന്നെ അതിന്റെ അർത്ഥം പഠിക്കുക. അർത്ഥം പഠിക്കുമ്പോൾ തൊള്ളപ്പാടം പഠിച്ചാൽ പോലെ എന്താണിത്, ആ വാക്ക് ഏതാണ്. വലാ അല്ലാലീൻ, ഇത് കൂട്ടി വായിക്കുമ്പോൾ വലല്ലാലീൻ അല്ലേ, ലാ വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ലാലുൻ, ലാലാനി, ലാലൂന അങ്ങനെ വന്നതാണ്. മനസ്സിലായില്ലേ? ഇരിക്കട്ടെ. അപ്പൊ വമാ ഖലഖത്തുൽ ജിന്ന, അവിടുന്ന് അത് പോയത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ യഅ്ബുദൂ, ഈ ഞാൻ തന്നെ എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല, ജിന്നിനെയും ഇൻസിനെയും. അപ്പൊ എന്നെ യഅ്ബുദൂനീന്നാണ്. യാ ഉണ്ടാവും ഇവിടെ, മുത്തകല്ലിമിന്റെ യാ, അത് കളഞ്ഞു വേണ്ട. ശരി. ഇനി 5ാമത്തെ അബദ്ധം, ഖലഖല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൂരിൻ വമിൻ നൂരിഹി ഖുലിഖത്തിൽ അഷ്യാ. അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്, അവിടുത്തെ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനൊരു വിശ്വാസം ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട് അല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ നൂറ് കൊണ്ടാ പഠിച്ചത് അല്ലേ? നമ്മളാ ഖൗമിന്റെ ഇടയിലില്ലേ? അത് തെറ്റാണ്. നബി തങ്ങളുടെ പ്രകാശം എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാര പുസ്തകത്തിൽ 3ാം ക്ലാസ്സിൽ താരീഖിന്റെ ഒരു അധ്യായം തന്നെയുണ്ട്. നബി തങ്ങളുടെ പ്രകാശം, നബിയുടെ പ്രകാശമാണ് ലോകത്താദ്യമായി പടക്കപ്പെട്ടത് എന്നും ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു വസ്തുക്കളൊക്കെ പടക്കപ്പെട്ടത് എന്നുമുള്ള അന്ധവിശ്വാസം. ഇതാണ് ഈ അന്ധവിശ്വാസം എന്നാണ്. തെളിവില്ലാത്ത, പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത വിശ്വാസത്തിന് എന്തു പറയാ? അന്ധവിശ്വാസം. അല്ലാതെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്തതെന്നല്ല. നമ്മൾ പണ്ട് പറയാത്തൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെ നമ്മളെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ പണ്ട് പറയാത്തൊരു 100 കാലമായിട്ട് നമ്മളൊന്നും ഇത് കേട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കുറച്ചാൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞാല്, എന്നോട് മിഞ്ഞാന്നൊരാൾ വല്ലാണ്ട് തർക്കിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളും ഖുറാഫികൾക്ക് എന്താ വ്യത്യാസം? നമ്മളിപ്പോ കേട്ടിട്ടില്ല, ഒപ്പാന്റെ ഒപ്പം കേട്ടിട്ടില്ല. നമ്മൾ ഉസ്താദ് കേട്ട ഉസ്താദ് കേട്ട പുത്തന്മാരാ നിങ്ങൾ ഈ പറയുന്നത് എന്നല്ലേ ഖുറാഫിയോട് പറഞ്ഞ്. അതിന്റെ നിങ്ങളും പറഞ്ഞ് മാ വജദിന അലൈഹി ആബാന. അപ്പൊ അത് വേറെയാണ്. എന്ത് വേറെ? ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില പുതിയ വാദങ്ങളല്ലേ നിങ്ങളിപ്പോ ചില ആളുകൾ പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പണ്ട് പറയാത്തൊക്കെ അന്ധവിശ്വാസം, നമ്മൾ പണ്ട് പറഞ്ഞൊക്കെ ശരിയായ വിശ്വാസം. അങ്ങനെയാണോ? നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ അന്ധവിശ്വാസം, നമ്മൾ പൊതുസമൂഹത്തിൽ ദയിക്കാത്തതൊക്കെ അന്ധവിശ്വാസം. ഇതാണ് അന്ധവിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ആണോ? എന്താ അന്ധവിശ്വാസത്തിന്റെ നിർവചനം? അന്ധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കണ്ണടച്ച് വിശ്വസിക്കുക, തെളിവ് നോക്കാതെ വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക.
തെളിവ് നോക്കി വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമല്ല. അപ്പൊ തെളിവിന്റെ പിൻബലമുള്ള വിശ്വാസം ശരിയായ വിശ്വാസവും തെളിവിന്റെ പിൻബലമില്ലാതെ അന്ധമായി വിശ്വസിക്കുന്നത്, തെളിവ് നോക്കാതെ കണ്ടത് കേട്ടൊക്കെ വിശ്വസിക്കണം, അതിനെന്ത് പറയാ? അന്ധവിശ്വാസം. അതിന് നമ്മൾ ഖുറാഫാത്ത് എന്നറിയാം. ഖുറാഫീന്ന് വിളിക്കണതുകൊണ്ടാണ്, കണ്ടതും കേട്ടൊക്കെ വിശ്വസിക്കണോണ്ടാണ്. ഇതിന് വല്ല തെളിവുണ്ടോ? മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ, നബിയുടെ പ്രകാശത്തെയാണ് ആദ്യമായി അള്ളാഹ് പടച്ചത്, എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെച്ചു. എന്നിട്ട് അതിന് ഹദീസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കളിയെടുത്തെന്നറിയോ? എന്താ ഹദീസ് എന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ച ഒന്നാമത്തെ വസ്തു എന്താണെന്ന് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ റസൂൽ പറഞ്ഞത്രേ, നൂറ നബിയ്യിക യാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ പ്രകാശമാണ്. ഇതെവിടെയുള്ളത് ഹദീസ്? മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ് കുറെ കാലമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതെ കിടന്നിട്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച് വന്ന് നോക്കുമ്പോൾ വലിയ ഹദീസില്ല, കുടുങ്ങിയില്ലേ. അപ്പൊ മുസന്നഫിലുണ്ട് എന്ന് ആര് പറഞ്ഞതാ? വേറൊരു ഖുറാഫി എഴുതി വെച്ചതാ. എന്താ അയാളുടെ പേര്? ചതിക്കോർമ്മ ഖുറാഫിന്റെ പേര്? മുസന്നഫിലുണ്ട് എന്ന് പറഞ്ഞത് ഒരു ഖിറ കിതാബിൽ എഴുതി വെച്ചതാ. അപ്പൊ അയാള് പറഞ്ഞ നോണ ഇതൊരു വിടുകയാണ്. എന്നിട്ട് അവസാനം എന്താക്കിച്ച മുസന്നഫിലെ നഷ്ടപ്പെട്ട ഹദീസുകൾ കണ്ടുകിട്ടിയിരിക്കുന്നു അബുദാബിന്റെ ബുക്ക്. നോക്കുമ്പോ അവൻ ഗുജറാത്തിൽ നിന്ന് പോയതാ, മുടി മായി തന്നെ. അബുദാബിന്ന് കൊണ്ടുവന്ന മുടി ബോംബെന്ന് പോയതാണല്ലോ. എന്ന മാതിരി ഗുജറാത്തിൽ നിന്ന് പോയതാണ്, കണ്ടുകിട്ടി എന്നും പറഞ്ഞിട്ട് ഇതെന്താ കുഴിച്ചെടുക്കാൻ പറ്റിയ സാധനമായി അജീബ് ഖനനം ചെയ്തെടുക്കുന്ന സാധന. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ബുക്കൊക്കെ ഇറക്കി, എന്നിട്ട് അലിയൊക്കെ ഇങ്ങനെ മുക്കി പിടിച്ചിട്ട് ഹദീസ് വന്നിരിക്കുന്നു എന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇസ്ലാഹിൽ ലേഖനം എഴുതിയിരുന്നു. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണത്. ഈ കള്ള ഹദീസിനെ പറ്റി അത് സ്ഥാപിച്ചുകൊണ്ട് അബുദാബിന്ന് ഇറങ്ങിയ ബുക്ക്, മുടിയോട് അനുബന്ധിച്ച് ആ കാലത്ത് തന്നെ വന്നത്. അപ്പൊ അങ്ങനെ ഹദീസില്ല, മുസന്നഫ് അബ്ദുർ റസാഖിലുള്ള എവിടെയില്ല. റസൂലുള്ളാഹിന്റെ നൂറാണ് ആദ്യം പടച്ചത് എന്ന് പറയുന്നത്. പിന്നെ റസൂലിന്റെ നൂറിന്നാണ് എല്ലാം പടച്ചത്. ഈ പാമ്പും തേളും കുറുക്കനും ഒക്കെ റസൂലിന്റെ നൂറിന് വിളിച്ചു. ഒന്നുമില്ല, കള്ളമാണത്. പക്ഷെ അത് സമസ്തക്കാരുടെ അഖീദയാണ്. സമസ്തക്കാരുടെ അഖീദയാണ്. അവർ താരീഖുർ റസൂൽ എന്ന് പറയുന്ന 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിന്റെ പേരെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. കണ്ടോ? അപ്പൊ നമ്മളെ കുടുംബത്തിലൊക്കെ ഒരുപാട് മനുഷ്യന്മാരെ വിശ്വസിച്ചിട്ടുണ്ടാവും. അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പൊട്ട വിശ്വാസമാണ് ഇത്, തിരുത്തേണ്ട വിശ്വാസം അത്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹ് പറഞ്ഞ കൊല്ലിന്നമാന ബശറും മിസ്ലുക്കും. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? ആമിന ബീവി അബ്ദുള്ളയിൽ നിന്ന് ഗർഭം ധരിച്ച് അല്ലേ, ഗർഭം ധരിച്ച് അവസാനം പ്രസവിച്ച് കുട്ടിയായി വളർന്നു വലുതായി, ഇങ്ങനെ വളർന്നു വന്ന് 4ാം വയസ്സിൽ ആര് മരിച്ച്? വല്ലിപ്പ മരിച്ച് നോക്കിയിരുന്നേ. പിന്നെ 6ാം വയസ്സിൽ അല്ലേ ഏറ്റെടുത്ത ആൾ മരിച്ചുപോയി. ഇങ്ങനെ വളർന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് ഏറ്റെടുത്തു. പിന്നെ ഇതൊക്കെ നമുക്ക് 40ാമത്തെ വയസ്സിൽ വഹി കിട്ടി. അല്ലമീൻ എന്നാ വിളിക്കുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര പുരുഷനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോ തന്നെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഉമ്മയാണ് വളർത്തിയത്. 4ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ച്, ആമിന ബീവി അല്ലെ 6ാമത്തെ വയസ്സിൽ. പിന്നെ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. പിന്നെ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോ അബൂ താലിബിന് വസിയ്യത്ത് ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹം ഒരു ഇതിഹാസ കഥാപാത്രമൊന്നുമല്ല, ആണോ? വെറും 1400 കൊല്ലം മുമ്പ് ചരിത്രത്തിന്റെ തെളിഞ്ഞ പ്രകാശത്തിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് കള്ളത്തരം പ്രചരിപ്പിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ചരിത്രം മുസ്ലിമീങ്ങൾ എഴുതിയിട്ടുണ്ട്, അമുസ്ലിങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റേതോ ഇതിഹാസ കാലത്ത് ഒരു ഇതിഹാസ കഥാപാത്രമാണെങ്കിൽ പല കഥയും പറയാം, അത് കഥ പറയാൻ പറ്റൂല. ചരിത്ര പുരുഷനാണ് അദ്ദേഹം അല്ലേ? ചരിത്രത്തിന്റെ ഗതിയെ തന്നെ സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഇത് ഖുർആനിനും എതിരാണ്, ഹദീസിനും എതിരാണ്, നിലവിലുള്ള ചരിത്രത്തിനും എതിരാണ്. ഖുർആനിനെതിരെ ഒന്ന് അൽ-കഹ്ഫിലായ തന്നെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും ഫഖൗലുഹു മിസ്ലുക്കും ഐ മിസ്ലു സായിലിൻ നാസ്. കണ്ടോ? ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ് ഞാൻ. മിൻ തീനി, മണ്ണെന്നാണ് എല്ലാവരെയും പഠിച്ചത്.
ഞാൻ മാത്രം പ്രകാശത്താന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? പ്രകാശസിദ്ധിയെ കുറിച്ച് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാ പ്രകാശസിദ്ധി? മലക്കുകൾ. ജിന്നുകളോ? തീയിൽ നിന്ന്. കുലുക്കത്തിൽ പുകയില്ലാത്ത ജ്വാലയിൽ നിന്നാണ് ജിന്ന് പടക്കപ്പെട്ടത്. വഹുലിക്കത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ പടക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. പിന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വഹുലിക്കൽ ഇൻസാൻ വഹുലിക്കൽ ആദം മിമ്മാ ഖദ് ഉസിബ ലക്കും, നിങ്ങൾക്ക് വിരിച്ചു തരപ്പെട്ടതിൽ നിന്ന്. എന്താ നമുക്ക് വിരിച്ചെന്ന് ഖുർആനിൽ? ഖലഖൽ ഇൻസാന മിൻ തീൻ, അല്ലേ? മണ്ണെന്നാണ്. ഞാൻ മണ്ണെന്നല്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? വൽ മറദു വൽ ഹറമു, രോഗം, വാർദ്ധക്യം, വൽ അഖ്ലു വശുർബ്, തിന്നൽ കുടിക്കൽ, വൽ ഫറഹു വൽ ഹുസ്ൻ, സന്തോഷിക്കൽ ദുഃഖിക്കൽ, വഗൈരി ദാലിക, ഇതൊക്കെ മറ്റു മനുഷ്യന്മാർക്കുള്ള പോലെ എനിക്കുണ്ടാകും എന്നാണ് മിസ്ലുക്കും എന്നതിന്റെ അർത്ഥമെന്ന് ശൈഖ് അവറുകൾ വിശദീകരിക്കാൻ. വഅമ്മ സുന്ന, ഇനി സുന്നത്തിലും തെളിവുണ്ട്. ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന ബശറുൻ അൻസാ കമാ തൻസൗൻ, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കുന്നു. എപ്പോഴാ പറഞ്ഞെന്നറിയോ? 4 റക്അത്തല്ല 2 റക്അത്ത് നിസ്കരിച്ച്. എന്നിട്ട് അപ്പുറത്തോ ഇങ്ങനെ വെക്കുക. എല്ലാവർക്കും ചോദിക്കാൻ പേടി, ആയത്തേറ്റ് ഇറങ്ങിയോ 4 2 അപ്പൊ ദുല്യദൈനി എന്ന് പേരുള്ള സഹാബി ധൈര്യത്തിൽ ചോദിച്ചു, അല്ല ഇന്നിപ്പോ എന്റെ 2 നിസ്കരിച്ച്? ഞാൻ 2 നിസ്കരിച്ച്. അതെ, ഇയാൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ 2 നിസ്കരിച്ചു. ആ 2 വരിക, ഉറപ്പ് തന്നെയാണ്. വേഗം പോയി 2 നിസ്കരിച്ച്. നിസ്കാരം കഴിഞ്ഞിട്ട് സേവിന്റെ സുജൂദും ചെയ്തിട്ട് ഒരു ചെറിയ ക്ലാസ്. അതിൽ പറഞ്ഞ വാക്കാണ് ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യൻ മാത്രമാണ്. അൻസാ കമാ തൻസൗൻ, നിങ്ങൾ മറക്കണ പോലെ ഞാനും മറക്കും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിക്ക് മറയിൽ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഖുർആൻ അല്ലാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുമോ, അപ്പൊ ഖുർആൻ ചിലതൊക്കെ ഇപ്പൊ മിസ്സായിട്ടുണ്ടെങ്കിലോ, മറന്നുപോയതാണെങ്കിലോ, ജിബ്രീൽ ഇറക്കിയങ്ങ് പോയി, അങ്ങ് മറന്നുപോയി. അത് മനസ്സിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കൽ അല്ലാഹ് പറഞ്ഞത്. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹഫിളൂൻ. അതിന് മറവിയൊന്നും പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ അതല്ല സംരക്ഷിച്ചത്. ചില ആളുകൾ ചോദിക്കില്ലേ, നബിക്ക് സേറ് ബാധിച്ച സമയത്ത് ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ? ഓന്റെ ഊഹം അല്ലല്ലേ ഇറക്കുന്നത്, അല്ലല്ലേ സംരക്ഷിക്കുന്നത്. അപ്പൊ റസൂലിന് മറയി പറ്റിയെന്ന് ഹദീസിൽ ഞങ്ങളെ പോലെ മനുഷ്യനാണ്. വഹാദൻ നിസ്യാൻ ഫി ഗൈരിൽ വഹി, വഹിയുടെ കാര്യത്തിൽ ഒരു മറവിയും റസൂലുള്ളാഹിക്ക് പറ്റിയിട്ടില്ല. വഅമ്മൽ വാഖി, ഇനി സംഭവ ലോകത്തുള്ളത് എന്താ? ഫഖദ് ഇസ്തസബ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഫാത്തിൽ ബശർ ബിഗൈരി മീസത്തിൻ അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാർക്കുള്ള മറ്റെല്ലാ ഗുണങ്ങളും വിശേഷങ്ങളും കൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. മനുഷ്യരുടെ ഒരു വേറിട്ട ഒരു പ്രത്യേക ജീവിയല്ല. ഫീ തബായിഹിം, അവരെ പ്രകൃതത്തിലും, അഫ്ആലിഹിം അൽഫിത്രിയ, അവരെ പ്രകൃതിപരമായ പ്രവർത്തനങ്ങളിലൊക്കെ, ഇല്ലാ മഖ്തസഹുല്ലാഹു തആല ബിൽ വഹി വൽ മുഅ്ജിസാത്തിൽ മുഅയ്യദ ലിദഅവതി, അവിടുത്തെ ദഅവത്തിനെ സപ്പോർട്ടായിക്കൊണ്ടുണ്ടായ മുഅ്ജിസത്തും വഹിയും ഇതുപോലുള്ള പ്രത്യേകതകളല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെ ആയിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. വഹൽ യഖൂലു ആഖിൽ, ഒരു മനുഷ്യൻ ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ കഴിയോ? ഇന്നല്ലാഹ ഖലഖൽ ഹയ്യത വൽ അഖറബ, പാമ്പിനെയും തേളിനെയും ഒക്കെ അല്ലാഹ് പടച്ചത്. വഗൈറഹുമാ അല്ലത്തി അമറൽ ഇസ്ലാമു ബിഖത്ലിഹ, നമ്മളോട് കൊല്ലാൻ പറഞ്ഞ മറ്റു ജീവികളൊക്കെ അല്ലാഹ് പടച്ചത്. മിന്നൂരി മുഹമ്മദിൻ, നബിന്റെ പ്രകാശത്തുണ്ടായ സാധനം തൊണ്ടട്ടോ എന്നല്ല, അടിച്ചു കൊല്ലണം എന്നാണ്. റസൂലുള്ളാഹിനെ പറ്റി സിറാജം മുനീറ എന്ന് പറഞ്ഞു നിന്ന ചില ആളുകൾ പറയും. സിറാജം മുനീറ, റസൂലുള്ളാഹിക്ക് വെളിച്ചം നൽകുന്ന ഒരു വിളക്കായിരുന്നു. അത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വിളക്കായിട്ടാണ് ഇവർ മനസ്സിലാക്കിയത്. ടോർച്ച്, ട്യൂബ് ലൈറ്റൊക്കെ മാതിരി നബി ഒരു പ്രകാശ ഗോപുരമായിരുന്നു. അങ്ങനെയാണല്ലോ പോലെ മങ്കൂസിന്റെ ജവാബ് വെയ്തെന്താ? ഇന്ന ബൈതന്നന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. ആളുകൾ ഇങ്ങനെ താളമേളങ്ങളോട് പാടുകയാണ്. എന്താ പാടുന്ന ആളുകൾക്ക് അറിഞ്ഞൂടാ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട്, ലൈസ മുഹ്താജൻ ഇലാ സുറുജി, അവിടെ വിളക്കിന്റെ ആവശ്യമില്ല. നബിന്റെ ഒരു വിളക്കാണ്. പിന്നെന്തിനാ വെളിച്ചം? അത് തെറ്റാണത്. അപ്പൊ നബിയെ പച്ചയായി വിളിച്ച് നബി ഇരുട്ടത്ത നബിലെ രാത്രി നിസ്കരിക്കുമ്പോ അന്ന് വീട്ടിൽ വിളക്കുണ്ടായിരുന്നില്ല. സുജൂദ് ചെയ്യുമ്പോ ആയിഷ ബീവിന്റെ കാല് സുജൂദിന്റെ സ്ഥാനത്തുണ്ടാവും. ഞാൻ കുത്തു കൊടുക്കും, അപ്പൊ കാല് വലിക്കും. അടുത്ത റക്അത്തിൽ ഞാൻ പിന്നെയും നിർത്തും. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയായിരുന്നു. വിത്തറിന് മാത്രം അവരെ വിളിച്ചോടുത്തുള്ളൂ ഭാര്യമാരെ. നബി ദീർഘമായി നിസ്കരിക്കും. വിത്തറിന്റെ സമയത്ത് മാത്രം ഭാര്യമാരെ
വിളിച്ചോർക്കും. അപ്പൊ കിടക്കുമ്പോ കാലിങ്ങനെ നീട്ടിയിരുന്നു പറഞ്ഞ ഹദീസിലുണ്ട്. അന്ന് വീടുകളിൽ വിളക്കുണ്ടായിരുന്നില്ല. വിളക്കുണ്ടെങ്കിൽ കാണുമല്ലോ. 2-3 തെളിവുണ്ടായില്ലേ. പെണ്ണുങ്ങളെ തൊട്ട ഒതുമുറിയില്ലാന്നുണ്ട്. ഭാര്യന്റെ കാല് തൊടിയല്ലേ. അപ്പൊ പിന്നെ ചില ആളുകൾ അവിടെ മറ സങ്കല്പിക്കും. അവിടെ മറ ഉണ്ടായിരുന്നിരിക്കണം. ഒന്നുകിൽ റസൂലിന്റെ കയ്യും എന്തെങ്കിലും ഉറണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയുടെ കാലും എന്തെങ്കിലും സോക്സോ ചുരിദാറിന്റെ വേണ്ടോ ഉണ്ടാവും എന്നൊക്കെ സങ്കല്പിക്കുകയാണ്. സങ്കല്പിച്ചതൊന്നും അർത്ഥമല്ല. ഇപ്പൊ വിളക്ക് നബിയെന്നെ വെളിച്ചാണെങ്കിൽ പിന്നെ ഇരുട്ടുണ്ടാവുമോ? എപ്പോഴും വെളിച്ചം. നബിക്ക് വന്ന വീട് മുഴുവൻ വെളിച്ചം അല്ലേ? അങ്ങനെയുണ്ട്. ഈ മഹമൂദ് മാലിയിലുണ്ട്, തങ്ങൾ ഒളിവാൽ ഈരുണ്ടാവിൽ വീണുള്ള സൂശിയും എടുത്തോവർ. റസൂലും താന്റെ വെളിച്ചം കൊണ്ട് വീണ് പോയ സൂചി തെരഞ്ഞെടുത്തു. ആ ടോർച്ചൊന്നും കടിക്കുന്നില്ല. എന്താ പോലെ നബിയെ നിന്നോട്ട് അവർ സൂചി കരുതി. അപ്പൊ ഈ കൗമ് മനസ്സിലാക്കിയത് സിറാജ് മുനീർ പറഞ്ഞ ഒരു ട്യൂബ് തന്നെ. അതാണ് അതിന്റെ അർത്ഥം. തഫ്സീറിലൊന്നും അത് പറഞ്ഞിട്ടില്ല. അന്ധകാരങ്ങൾ നിറഞ്ഞ, ജഹാലത്ത് നിറഞ്ഞ നാട്ടിൽ യഥാർത്ഥ ഈമാനും യഥാർത്ഥ ഇസ്ലാമും കൊണ്ട് അവർക്ക് വെളിച്ചം നൽകി. ഖുർആനെ പറ്റി നൂറ് കൊണ്ടില്ലേ? ഖുർആനാകുന്ന നൂറ് അത് കൊണ്ടുവന്ന റസൂലാണ് അല്ലേ? അത് ജാക്ക് നൂറും, നിങ്ങൾക്ക് 100 വന്നിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞ ഒരു ടോർച്ച ആർത്ഥത്തിലല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ റസൂൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല. പ്രകാശം സൃഷ്ടിയ മലക്കാണ്. റസൂൽ മലക്കല്ല. ആണോ? അല്ല, റസൂൽ മനുഷ്യനായിരുന്നു. അപ്പൊ അതൊക്കെ തെറ്റായ വിശ്വാസങ്ങൾ നമ്മളൊക്കെ കുടുംബത്തിലുണ്ടാവും. അവർക്കൊക്കെ തിരുത്തി കൊടുക്കുക. ആ സ്വഭാവം ഇതിൽ ശരിയായത് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ, റസൂൽ ഒരു മനുഷ്യനാണ്. ഉലിദ മിൻ അബവൈനി, മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. അക്രമഹുല്ലാഹു ബിൽ വഹീ, അള്ളാഹു അദ്ദേഹത്തെ വഹീ കൊണ്ട് ആദരിച്ചു. വലം തുഖ്ലഖു മിൻ നൂരിഹിൽ അസ്യാർ, റസൂലിന്റെ പ്രകാശത്തിൽ അല്ല മറ്റു ജീവജാലങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊന്നും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അത് തെറ്റായ വിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്. ഇനി ആറാമത്തെ അബദ്ധം, മുതിർന ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ട് നമുക്ക് മഴ കിട്ടി എന്ന് പറയാ. വഹുവ കുഫ്റുൻ അക്ബർ, വലിയ കുഫ്റാണ്. എപ്പോ ഇദഅതഖദ അന്നൽ മത്റ യൻസിലു ബിവാസിതത്തിൻ നുജൂമി വൽ കവാകിബ്, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ഇടപെടലുകൾ കൊണ്ടാണ് മഴ വർഷിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാളത് പറഞ്ഞതെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇടവപ്പാതിക്ക് മഴ ഉണ്ടാകാറുണ്ട്. ഒത്തിരി ഇടവപ്പാതിക്ക് മഴ കിട്ടി എന്നൊരാൾ പറഞ്ഞാലും അത് ഇടവപ്പാതി കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്നത്. സാധാരണ ഈ സമയത്ത് ജൂൺ ജൂലൈയിൽ മഴ ഉണ്ടാകാൻ മഴ കിട്ടി അല്ലേ? എന്താ ജൂൺ ജൂലൈ മാസം മഴ കാണില്ലല്ലോ, സാധാരണ ജൂൺ ജൂലൈയിൽ മഴ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. കണ്ടോ, ഇടവപ്പാതി കൊണ്ട് മഴ കിട്ടി, തിരുവാതിര ഞാറ്റുവേലോട്ട് മഴ എത്തി, ഇടവപ്പാതി ചതിച്ചു, കർക്കിടകം കനിഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് പാടില്ല. ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്നത് കുഫറാണ്. അത് വലിയ കുഫറാവും എപ്പോ ഈ വിശ്വാസം ഉണ്ടായി. എന്ത് ഞാറ്റുവേലക്ക് മഴ വർഷിപ്പിക്കുന്നതിൽ വല്ല സ്വാധീനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഞാറ്റുവേലൊരു സമയമാണ്. സാധാരണ മഴ കിട്ടുന്ന സമയത്തിന് പണ്ടേ കാക്കകാരണന്മാർ പറഞ്ഞു തരുന്നതിന് പേരാണ് ഞാറ്റുവേല. ഇടവപ്പാതിക്ക് സാധാരണമായിട്ടുണ്ട്. ഇടവോ എന്ത് പാതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ മഴ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാറ്റുവേലയെ കുറ്റപ്പെടുത്തുകയോ ഞാറ്റുവേല കൊണ്ട് കിട്ടിയെന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല. ഹദീസ് ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിലുണ്ട്. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ പറയുന്ന ഹദീസാണ് എന്ത് പറയാ? ഖുദ്സിയാണ്. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും വകാഫിറുൻ, എന്റെ അടിമകളിൽ നിന്ന് ഇന്ന് നേരം പുലർന്നപ്പോൾ മുഅ്മിനും കാഫിറും ഉണ്ടായി തീർന്നിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി യുദ്ധയാത്രയിൽ പോയിട്ട് രാത്രി നല്ല മഴ പെയ്തു. അങ്ങനെ മഴയൊക്കെ തോന്നിയ ശേഷം സുബഹിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നബി പറഞ്ഞ ഹദീസാണ്. എന്താ പറഞ്ഞു? ഫഅമ്മാമൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ കനിവ് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും മഴ കിട്ടി എന്ന് പറഞ്ഞാൽ ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. കാഫിറും ബിൽ കൗകബി, നക്ഷത്രങ്ങളെ നിഷേധിച്ചവനാണ്. നക്ഷത്രങ്ങൾ കൊണ്ടാണ്, ഗ്രഹങ്ങൾ കൊണ്ടാണ് മഴ കിട്ടുന്നതെന്നുള്ള വിശ്വാസം ജാഹിലിയ്യ കാലത്ത് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ കിട്ടി എന്ന് പറയില്ല മുഅ്മിന്റെ. നക്ഷത്രം കൊണ്ട് മഴ കിട്ടി എന്ന് പറയാൻ പാടില്ല. വഅമ്മാമൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറും ബി, ഇന്നാലിന്റെ ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ നിഷേധിച്ചവനാണ്. മുഅ്മിനും ബിൽ കവാകിബ്, നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവനുമാണ്.
നമ്മളെപ്പോഴും മഴ കിട്ടി അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ കിട്ടി എന്നാണ് പറയേണ്ടത്. മഴ ഒരിക്കലും ചതിക്കാൻ പാടില്ല അല്ലേ? വശീകരം പിടിച്ചൊരു മഴ പെയ്യാൻ കണ്ടിരുന്ന നേരം മഴന് എന്തു പറ്റും? മഴ അള്ള പറഞ്ഞനുസരിച്ച് പെയ്യും, അള്ള നിർത്താൻ പറഞ്ഞാൽ നിൽക്കും. മഴനെ കുറ്റം പറയണ്ടോ? അതാരെയും കുറ്റം പറയുന്നത്? അള്ളാഹുവിനെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ സവാബ് ശരിക്കും പറയേണ്ടത് എന്താ? മുത്തിർനാ ബിഫളില്ല, അള്ളാന്റെ ഫളിൽ കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു. വറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട്. വദാലിക ലിഅന്നല്ലാഹു തആല ഹുവല്ലദി ഖലഖൽ മതറ, അള്ളാഹുവാണ് മഴയെ സൃഷ്ടിച്ചത്. വഅൻസലഹു ബിഖുദ്റതിഹി, അവന്റെ ഖുദ്റത്ത് കൊണ്ട് മഴ ഇറക്കിയതും അവനാണ്. ഏഴാമത്തെ അബദ്ധം അൽ ഖതർ. ഹാദ ശൈഉ ഖലഖതുഹു തബീഅ, ഈ വസ്തുവിനെ ഉണ്ടാക്കിയത് പ്രകൃതിയാണ് അല്ലേ? ഇത് പ്രകൃതിയുടെ വരദാനമാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? പറയാൻ പാടില്ല. ഹാദാ മിൻ സുൻഇ തബീഅ, ഇത് പ്രകൃതിയുടെ നിർമ്മിതിയിൽപ്പെട്ടതാണ്. ശാഅത്തി തബീഅ, പ്രകൃതി അങ്ങനെ ഉദ്ദേശിച്ചു. വഹബതുഹു തബീഅ, പ്രകൃതി ദാനം ചെയ്തു. സുന്നത്തു തബീഅ, പ്രകൃതിയുടെ നടപടിക്രമം. പ്രകൃതി പറഞ്ഞാൽ എന്താ? അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ ഈ അവസ്ഥകൾക്ക് മൊത്തം പറയുന്ന ഒരു പേരാണെന്ത്? പ്രകൃതി. അതിനെന്തിനുണ്ടാക്കാൻ കഴിയുമോ? ആളുകൾ പറയുന്നേ. അപ്പൊ ഒക്കെ അള്ളാന്ന് പറഞ്ഞതിന് പകരം പ്രകൃതി എന്ന് പറയാം. ഈ മതനിഷേധികളെ വാക്കാണ് അല്ലേ? പ്രകൃതി കനിഞ്ഞു, പ്രകൃതിയുടെ വരദാനം. പ്രകൃതിക്ക് ഇങ്ങനെ കനിയാൻ കഴിയുമോ? പ്രകൃതി തന്നെ അള്ളാന്റെ കനിവ. അപ്പോൾ പറയാൻ പാടില്ല. വഹാദാ മിന ശിർക്ക്, ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഫലൈസത്തി തബീഅതു ഖാലിഖത്തുൻ, പ്രകൃതി ഒന്നും സൃഷ്ടിക്കുന്നതല്ല. വല അലഹ സുന്നത്തുൻ, അതിനൊരു നടപടിക്രമവുമില്ല. വല സുൻഉൻ, അതിനൊരു നിർമ്മിതിയുമില്ല. വഹിയ മഖ്ലൂഖത്തുൻ, അത് തന്നെയും പടക്കപ്പെട്ടതാണ്. വലൈസത്ത് ഖാലിഖ, അതെന്തല്ല? സൃഷ്ടിക്കുന്നതല്ല. ഖാല അല്ലാഹു തആല ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അൻആം 102, സൂറത്തുൽ അൻആം 102ാമത്തെ ആയത്തില് ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാകുന്നു നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാത്തിന്റെയും ഖാലിഖ് അവനാണ്. ഫഅബ്ദൂഹു, അതിനാൽ നിങ്ങൾ അവനെ ഇബാദത്ത് എടുക്കണം. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, അവൻ എല്ലാത്തിന്റെയും കൈകാര്യക്കാരൻ അവനാണ്. അപ്പൊ എല്ലാത്തിനെയും പടച്ചത് അള്ളാഹുവാണ്. പ്രകൃതിക്കൊന്നിനെയും പടക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ വികൃതിന്നോ പ്രകൃതി ചതിച്ചു എന്നോ ഒന്നും പറയാൻ പാടില്ല. വേറൊരായത്ത് സൂറത്ത് ഫാത്തിർ 43, വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്ദീല. അള്ളാഹുവിന്റെ സുന്നത്തിന് ഒരു ഭേദഗതി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ സുന്നത്തിന് ഒരു മാറ്റം നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമം എന്നാണ്. പ്രകൃതിയുടെ നടപടിക്രമം എന്നാണോ? ആണോ? സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമം എന്നേ പറയാവൂ. പ്രകൃതിയുടെ നടപടിക്രമം എന്ന് പറയാൻ പാടില്ല. അസ്സവാബ്, അതുകൊണ്ട് ശരിക്ക് പറയേണ്ടത് എന്താ? ഹാദ ശൈഉ ഖലഖഹുല്ലാഹ്, ഈ വസ്തു അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഹാദിഹി സുന്നത്തുല്ലാഹി ഫി തബീഅ, അള്ളാഹുവിന്റെ നടപടിക്രമം പ്രകൃതിയിൽ ഇങ്ങനെയാണ്. ഹാദിഹി സുന്നത്തുല്ലാഹി ഫിൽ ഖൗൽ, പ്രപഞ്ചത്തിൽ ഇതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം എന്നൊക്കെ പറയാനല്ലാതെ പ്രകൃതിയുടെ നടപടിക്രമെന്നോ പ്രകൃതിയുടെ ദാനമെന്നോ പ്രകൃതി വിധിച്ചതെന്നോ ഒന്നും പറയാൻ പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വാക്കാണ്. ഞാൻ അവസാനിപ്പിക്കല്ലേ? 8ാമത്തെ അബദ്ധം, ഇന്ന ലില്ലാഹി ഇബാദൻ യഖൂലൂന ലിശൈഇ കുൻ ഫയകൂൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർ ഏതെങ്കിലും വസ്തുക്കളോട് കുൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുണ്ടാകും. അള്ളാഹ്ക്ക് മാത്രമാണ് കുൻ അറിഞ്ഞാൽ ഉണ്ടാകാനുള്ള കഴിവെന്നാണ് നിങ്ങൾ വിശ്വസിക്കണേ. പക്ഷേ ചില ഔലിയാക്കന്മാർക്കും അങ്ങനെ കഴിവുണ്ട് എന്നാണ് കൗമിന്റെ വിശ്വാസം അല്ലേ? വയ്യതിമാലിലും മറ്റൊക്കെ അല്ലേ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നു. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണമാതിന്നെയാക്കുന്നോവർ അല്ലേ? ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ, ആക് എന്ന കുൻ എന്ന് ഞാൻ ചെന്നാൽ ആകും അതെന്നോവർ ആയിത്തീരും. സൂറത്ത് യാസീനിൽ ആയത്തത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യം ഇത്ര മാത്രമാണ്, വല്ല കാര്യത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് അവൻ കുൻ
കാന യകൂനു അതിന്റെ അമ്രാണെന്ത് കുൻ. കാന പറഞ്ഞ ആയിരുന്നു എന്ന് അർത്ഥം, ആയി എന്ന് അർത്ഥം. ഉണ്ടായി. യകൂനു ഉണ്ടാവും, കുൻ ഉണ്ടാവുക. ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടു, അപ്പോഴേക്കും ഉണ്ടാവുക. ഇത് ആർക്ക് മാത്രമുള്ള കഴിവാണ്? അള്ളാഹുവിനുള്ള. സൂറത്ത് യാസീൻ 52. വലൗകാനൽ അംറു കദാലിക ലകാന നബി സ്വല്ലല്ലാഹു മൗലാ ബിഹാദിഹിൽ മൻസില. അള്ളാന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും കുൻ എന്ന് പറയാൻ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ഉണ്ടാകേണ്ടത് ആയിരിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എന്നാ റസൂൽ പറഞ്ഞ എന്താ? സൂറത്തുൽ ജിന്ന് 21-22. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ലർറൻ വലാ റസദാ. നിങ്ങൾക്കൊരു ഉപദ്രവമോ നിങ്ങളെ നേർവഴിയിലാക്കലോ എന്റെ ഉടമസ്ഥതയിലല്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ. എന്തെങ്കിലും ഒരു ശിക്ഷ ആരെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ, കണ്ടോ, അല്ല അള്ളാഹു എന്റെ എന്തെങ്കിലും ശിക്ഷ ഏൽപ്പിച്ചാൽ അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല. വലൻ നജിദ മിൻ ദൂനിഹി മുൽതഹദ. അവനെ കൂടാതെ ഒരു അഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതും അല്ല. റസൂലിന് എന്ത് ഉപദ്രവം വന്നാൽ എന്താ അതിനെതിരായിട്ട് കുൻ എന്നാണ് പറഞ്ഞാൽ പോലെ. അതിനെതിരായിട്ട് കുന്നുണ്ടായാൽ ഏത് ആർക്കും നിർത്തൂടെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ആപത്തുകൾ ഉണ്ടായില്ലേ? യുദ്ധത്തിൽ പരിക്കേറ്റില്ലേ? പനി പിടിച്ചില്ലേ? പനി പിടിച്ച് ബോധം കെട്ടില്ലേ? വിശപ്പ് സഹിച്ചില്ലേ? ഇതിനെതിരായിട്ട് കുൻ എന്ന് പറഞ്ഞാൽ പോരെ. വിശപ്പ് മാറട്ടെ, വിശപ്പ് ദാഹം തീരട്ടെ, കുൻ. അപ്പൊ അത് കഴിയുമെങ്കിൽ നബിക്കാണ് അതുണ്ടായിരുന്നത്. നബിക്കുന്നുണ്ട്. നബി എന്താ ഇവിടെ പറഞ്ഞത്? എന്നെ രക്ഷിക്കാൻ, അള്ളാഹുവിനെ രക്ഷിക്കാൻ ആരുമില്ല. എനിക്ക് അഭയസ്ഥാനം, നിങ്ങൾക്ക് നന്മ വരുത്താനോ അത് നിങ്ങൾക്ക് നിങ്ങളെ നേർമാർഗത്തിലാക്കാൻ ഉപദ്രവപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല സുന്നത്തിലുള്ള മറ്റൊരു തെളിവ് വാന്തിർ അശീറത്തക്കൽ അഖറബീൻ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടിയല്ലോ അല്ലേ? ഫാത്തിമ ബീവിനോട് പറഞ്ഞല്ലേ? അത് മദീനയോട് മാത്രമല്ല പറഞ്ഞത്. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ. അതിൽ ഓരോരുത്തരും പേരെടുത്തു. യാ ബനി അബ്ദുമനാഫിന്റെ മക്കളെ, എല്ലാ ഗോത്രങ്ങളെയും പേരെടുത്ത് വിളിച്ചിട്ടാ പറയുന്നത്. ഇഷ്തറു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തന്നെ വാങ്ങണം. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊന്നും നേടിത്തരാൻ എനിക്ക് പറ്റില്ല. യാ ബനി അബ്ദുമനാഫ്, അബ്ദുമനാഫിന്റെ മക്കളെ, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, നിങ്ങൾക്ക് അള്ളാഹിൽ നിന്നും നേടിത്തരാൻ എനിക്ക് കഴിയില്ല. യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, എളാപ്പയായ അബ്ബാസിനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അബ്ബാസ്, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ. യാ സഫിയ്യ അമ്മത റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയായ പല മകൾക്ക്. ഇവിടെ എന്താ അമ്മായിക്ക് പറയല്? ഏട്ടൻ്റെ ഉണ്ണുങ്ങൾക്കും അമ്മായി എന്നാ കണ്ണൂരൊക്കെ പറയും. അതല്ല, ഏട്ടൻ്റെ ഉണ്ണുങ്ങളല്ല. ഇത് ഉപ്പാന്റെ പെങ്ങള്, അവിടെ ഉപ്പൈസാന്നാ പറയാ കണ്ണൂർക്കാരി. പോട്ടെ, അമ്മത്തെ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മത്തായ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. വയാ ഫാത്തിമത ബിൻത മുഹമ്മദ്. അതേ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാറുള്ളത്. അതിന്റെ മേലെ നിന്ന് അതൊക്കെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇവര് കസീറൊക്കെ ഉണ്ട്. ബുഖാരി ധരിച്ച ഹദീസ. മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലീനി മാ ശീതി മിൻ മാലി, എന്റെ സ്വത്തുനിന്ന് നീ ഉദ്ദേശിച്ചത് എന്നോട് ചോദിച്ചോ. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹിന് എന്തെങ്കിലും നിനക്ക് നേടിത്തരാൻ എനിക്ക് കല്യാണം. നബിന്റെ മകളാന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ചാനലിലൂടെ വിചാരം ഒന്നും വേണ്ട, അത് സ്വർഗത്തുകളുണ്ട്, നബിന്റെ മകളല്ലേ എന്ന് പറഞ്ഞു വിടുവൊന്നുമില്ല. അൻകിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തുനിന്ന് രക്ഷിക്കണം. അതുകൊണ്ട് കുൻ എന്ന് പറയാൻ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമാകേണ്ടവരാണ് റസൂലാണ്. അപ്പൊ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്താണ് ശരി? അസ്സവാബ് കുല്ലു ശൈഇൻ ബി അംരില്ലാ, എല്ലാ കാര്യം അള്ളാന്റെ കൽപ്പന പ്രകാരമാണ്. വഖുദ്റത്തില്ല, അള്ളാന്റെ ശക്തിയും വമശിയത്തി, അവന്റെ ഉദ്ദേശവും അനുസരിച്ചാണ്. അതുകൊണ്ട് കുൻ ഫയക്കുൻ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അത് സൂറത്ത് യാസീനിൽ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആയത്ത് കാണാതെ പഠിച്ചു വെക്കുക. അതായത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ആർക്കൊക്കെ അറിയാത്ത അറിയില്ലേ? സുന്നിയായി മുജാഹിദായവർക്ക് അറിയാം. കാരണം പണ്ട് യാസീൻ മാത്രമാണ് നോക്കുക. എല്ലാത്തിനും യാസീൻ. അജ്ജിന് മുമ്പ് 40 യാസീൻ, കുടിയിരിക്കും 30 യാസീൻ, 3 യാസീൻ, എല്ലാത്തിനും യാസീന. യാസീന് പ്രത്യേകത ഒറ്റ ഹദീസും സഹിഹല്ല. മനസ്സിലായില്ലേ? യാസീനൊരു പ്രത്യേകതയില്ല. യാസീൻ കൽബുൽ ഖുർആൻ എന്ന കമാനിമോടിന്റെ പരിഭാഷന്റെ 4-ാം വാള്യം തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഹദീസ് ലഈഫാണത്. ലഈഫുൻ ജിദ്ദൻ, അങ്ങേറ്റം ദുർബലാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പല തഫ്സീറിലുണ്ട്, അദ്ദേഹം എടുത്തു കൊടുത്തു. മനസ്സിലായില്ലേ? യാസീനൊരു പ്രത്യേകതയില്ല. പക്ഷെ യാസീൻ പണ്ടുള്ളവരോ പഠിച്ചോന്ന് ചോദിക്കാണ്. ഇന്നമാ അംറുഹു,
അള്ളാഹുവിന്റെ കാര്യം ഇത്ര മാത്രമാണ്. ഇതാ അറാദശയൻ, അവൻ വല്ലതും ഉദ്ദേശിച്ചാൽ അൻയഖുലഹു, അതിനോട് ആ ഉദ്ദേശിച്ച വസ്തുവിനോട് കാര്യത്തോട് പറയുകയേ വേണ്ടു. എന്താ പറയേണ്ടത്? കുൻ ഫയകൂൻ, അപ്പോൾ അതുണ്ടാവും. അതുകൊണ്ട് അള്ളാഹിന്റെ അടിമകളിൽ ആർക്കും ആ കഴിവില്ല. അള്ളാഹ് ആർക്കും ആ കഴിവ് കൊടുത്തിട്ടുമില്ല. കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെയാണ്. നിർത്താലേ. ഏതായിരുന്നാലും ഇതിപ്പോ ഒരു 10 പേജ് എത്തിയിട്ടുള്ളൂ. ഈ പുസ്തകം ഒരു 78 പേജോളുണ്ട്, 80 പേജോളുണ്ട്. ഒരുപാട് ക്ലാസ് എടുക്കാൻ മാത്രം വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അബദ്ധങ്ങൾ തിരുത്തുകയാണ്. നമ്മളിപ്പോ 8 അബദ്ധങ്ങളെ തിരുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിക്കും തോറും നമ്മൾ പഠിച്ച പല അബദ്ധങ്ങളും തിരുത്താൻ നമുക്ക് സാധിക്കും. പഠിച്ചവർക്ക് തിരുത്തേണ്ടി വരുള്ളൂ. ഞാൻ ഒന്നും പഠിക്കില്ല, പണ്ട കേട്ടല്ലാതെ. അങ്ങനെ നമ്മളെ ചില ആളുകൾ, ഞാൻ അലൈമൊഴിന്റെ കുറിച്ച് 25 കൊല്ലം കേട്ടിന്, പട്ടാളപ്പള്ളിയിൽ നിന്ന് അബ്ദുൽ ലത്തീഫ് മൊഴിന്റെ കുറിച്ച് 20 കൊല്ലം കേട്ടു. എനിക്ക് ഇനി ഒന്നും പഠിക്കാം. നിങ്ങളൊന്നും കേൾക്കാത്ത മൂപ്പര് പണ്ട് പഠിച്ചു ഒരു പോയത്തോ മറക്കൂല, പുതിയ ഒന്നുകൊണ്ട് പഠിക്കൂല. മനസ്സിലായി? അങ്ങനത്തെ ആളുകൾ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും പഠിക്കണം. പഠിക്കുമ്പോൾ പല ധാരണകളും തെറ്റാണെന്ന് മനസ്സിലാവും. പഠിക്കുമ്പോൾ വിനയമാണ് വേണ്ടത്. ഞാൻ പഠിച്ചൊക്കെ നേരെ എന്നിട്ട് ഞാൻ പണ്ട് പറഞ്ഞതിനെതിരാണല്ലോ, അപ്പൊ ഇനിയിപ്പോ അതിനെങ്ങനെ കോട്ടിമാട്ടുക? എനിക്ക് പണ്ട് അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക, ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു, ഇയാൾക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞ പണിയില്ല, ഇയാൾക്ക് എന്നാ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ആളുകൾ പറയില്ലേ. അതുകൊണ്ട് ഞാൻ തിരുത്തുന്നില്ല. തിരുത്തിയലിന്റെ ഇമേജ് അതൊന്നും പാടില്ല. തെറ്റാന്ന് മനസ്സിലാക്കി തിരുത്തുക. പഠിച്ചുകൊണ്ടേയിരിക്കുക, മരിക്കോളം പഠിക്കുക, എന്നും പഠിക്കുക. അങ്ങനെ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇൽമ് നേടുക. ഇൽമില്ലാത്ത ഒന്നിനും നമ്മൾ പിൻപറ്റാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഇൽമില്ലാത്ത, ഇൽമ തന്നെ വ്യക്തമായ അറിവ്, കൃത്യമായ അറിവിന് എന്താ പറയാ? ഇൽമ്. ലന്ന് പോരാ, ഊഹം പോരാ, നിഗമനം പോരാ. എന്ത് വേണം? ഇൽമ് വേണം. അതല്ലാത്തല്ലേ നീ ഒന്ന് പിൻപറ്റരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ഹൃദയം, ഇതൊക്കെ ചോദിക്കപ്പെടും. കാണേണ്ടത് കണ്ടോ, നോക്കേണ്ടത് നോക്കിയോ, കേൾക്കേണ്ടത് കേട്ടോ, ചിന്തിക്കേണ്ടത് ചിന്തിച്ചോ, അതൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഇൽമിനെ പിൻപറ്റുക, ലന്നുകൾ ഒഴിവാക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വൈകുന്നേരത്ത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി നമ്മളോട് ഒരുമിച്ച് കൂടി അള്ളാഹു അതൊരു സാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മൻസുർ മൻ നസ്റദ്ദീൻ വഖ്ദൽ മൻ ഖദൽ ഇസ്ലാമുൽ മുസ്ലിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.